വസഹബിഹി സ്നേഹം നിറഞ്ഞ സഹപ്രവർത്തകരെ, സഹോദരി സഹോദരന്മാരെ, ബാംഗ്ലൂർ ഇസ്ലാമിക് സെന്റർ നടത്തുന്ന ഒരു വെർച്വൽ വെബിനാറിലാണ് നാം എല്ലാവരും ജോയിൻ ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് നമ്മുടെ ഇസ്ലാഹി സെന്ററിന്റെ കീഴിലുള്ള വ്യത്യസ്ത മദ്രസകളിലെ അധ്യാപകർക്ക് വേണ്ടിയിട്ട് അധ്യാപനത്തിലേക്ക് AI-യുടെ പുതിയ വഴികൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി നടത്തുന്ന ഒരു വെബിനാറാണിത്. നമ്മിൽ പലരും പല AI ടൂളുകളും നോട്ട്ബുക്ക് എല്ലാം ChatGPT, ഗൂഗിൾ ജെമിനി പോലുള്ള ടൂളുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതൊക്കെ എങ്ങനെ എഫക്റ്റീവായിട്ട് നമുക്ക് നോട്ടുകൾ തയ്യാറാക്കാനും പുസ്തകത്തിന്റെ പാഠഭാഗങ്ങൾ അപ്ലോഡ് ചെയ്ത് അതിൽ നിന്ന് ചോദ്യോത്തരങ്ങളൊക്കെ എഫക്റ്റീവായിട്ട് മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ നോട്ടുകളൊക്കെ തയ്യാറാക്കാനൊക്കെ ഇതൊക്കെ എങ്ങനെ ഉപയോഗിക്കാമെന്ന ഒരു വിഷയത്തെ അധികരിച്ചുകൊണ്ടാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ഡോക്ടർ മുഹമ്മദ് അമാൻ സർ നമുക്ക് ഇതൊക്കെ പരിചയപ്പെടുത്തി തരുന്നത്. അദ്ദേഹം മദീനത്തുൽ ഉലൂം അറബിക് കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറും റിസർച്ച് ഗൈഡുമാണ്. അദ്ദേഹം അതുപോലെ തന്നെ ഈ വിഷയത്തെ അധികരിച്ചുകൊണ്ട് AI ടൂളുകളെ ുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ക്ലാസുകൾ, ഒരുപാട് വെബിനാറുകൾ നടത്തുകയും പലതും യൂട്യൂബിലൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു വ്യക്തിയെ തന്നെയാണ് ഇതിന് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഞാൻ കൂടുതൽ സംസാരിക്കാതെ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ആദ്യമായിട്ട് നമുക്ക് വിഷയത്തെ അധികരിച്ചുകൊണ്ട് നമ്മോട് സംസാരിക്കുന്ന ഡോക്ടർ മുഹമ്മദ് അമാൻ സാറെ ഈ വെബിനാറിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പിന്നെ അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ മദ്രസയുടെ സെക്രട്ടറി ജമീസ് KT ആണ്. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. എല്ലാ അധ്യാപികമാരെയും ഈ വെബിനാറിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ കർമ്മം നിർവഹിക്കാൻ വേണ്ടി ജമീസിനെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഹലോ. ഓക്കെ. പിന്നെ ഇന്നത്തെ കാലം, അതായത് ഇന്ന് ടെക്നോളജി വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാലത്ത് നമ്മളുടെ മതപഠനത്തില് നമ്മുടെ ടീച്ചേഴ്സ്, നമ്മുടെ ഉസ്താദന്മാരെല്ലാവരും AI ടൂൾസ് ഉപയോഗിച്ച് കൊണ്ട് അതിനെ ഏറ്റവും നല്ല രീതിയിൽ ക്ലാസ് എടുത്ത് കുട്ടികളുടെ അടുത്ത് ദീന് ഏറ്റവും നല്ല രീതിയിൽ എത്തിക്കുക എന്നുള്ളത് നമ്മളുടെ ഒരു ചുമതലയാണ്. അപ്പൊ അതിലേക്കുള്ള ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള നിലയിൽ നമ്മുടെ ടീച്ചേഴ്സിന് എല്ലാവർക്കും AI ടൂൾസിൽ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുകയും അതിനെ പരമാവധി ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ ദീന് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു 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 ഉദ്യമത്തിന്റെ സ്റ്റാർട്ടിംഗ് ആണിത്. അപ്പം അധിക നേരം നമ്മൾ ടൈം അധികം വേസ്റ്റ് ചെയ്യാതെ മുഹമ്മദ് അമാൻ സാറിനെ ഈ പ്രസന്റേഷനിൽ ക്ഷണിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. അമാൻ സാർ, യു ക്യാൻ സ്റ്റാർട്ട് പ്ലീസ്. ഓക്കെ, താങ്ക് യു സർ. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? അതെ, കേൾക്കുന്നുണ്ട്. ഓക്കെ. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമാ ബഅദ്. ഞാൻ കൂടുതലായിട്ടും ടീച്ചിങ് മെത്തേഡിൻ്റെ തിയറികളോ കാര്യങ്ങളോ ഒന്നും സംസാരിക്കുന്നില്ല. ഡയറക്റ്റായിട്ട് ഇൻഷാ അല്ലാഹ് നമ്മളെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഏതായാലും ഇങ്ങനൊരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കുന്നത് വളരെ നല്ലതാണ്. കാരണം കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യമാണ്. നമ്മുടെ മദ്രസ വിദ്യാഭ്യാസത്തിലും മതവിദ്യാഭ്യാസത്തിലുമെല്ലാം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻറ്റ് ടൂൾസിനെ എങ്ങനെ വളരെ ക്രിയേറ്റീവായിട്ട് വളരെ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കുക എന്നുള്ളത്. അപ്പോൾ ആ ഒരു മേഖലയിൽ അറബിക് ഭാഷ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ ഒരിക്കലും പിന്നോട്ട് പോകാൻ പാടില്ല, ഇൻഷാ അല്ലാഹ്. ഇപ്പോൾ ഞാനിന്ന് ഒരൊറ്റ ഹാഫ് ആൻ അവർ കൊണ്ട് കുറേ ടൂളുകൾ പരിചയപ്പെടുത്തുക എന്നുള്ളത് ഒരു പോസിബിളായ കാര്യമല്ല. അതുകൊണ്ട് ഒരു 2-3 ടൂളുകൾ ഇൻഷാ അല്ലാഹ് ഈ ഒരു സെഷനിലൂടെ ഞാൻ പരിചയപ്പെടുത്തി തരാം. അത് പ്രത്യേകിച്ച് ഞാൻ പറയുന്ന സമയത്ത് നിങ്ങൾ ഓരോരുത്തരും
എൻ്റെ ക്ലാസ് റൂമുകളിൽ ഇത് എങ്ങനെ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് ടീച്ചേഴ്സ് എന്നുള്ള നിലക്ക് നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടത്. ഇൻഷാ അള്ളാ ഞാൻ എൻ്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം. ഓക്കെ, വിസിബിൾ ആണോ? ഇല്ല സ്ക്രീൻ കാണോ? ഇല്ല സ്ക്രീൻ ഇല്ല. വന്നിട്ടില്ല. ഓക്കെ ഓക്കെ. ഓക്കെ. അവിടെ നമുക്ക് ചെയ്യാമല്ലോ ഇവിടുന്ന് സ്ക്രീന്. ഓക്കെ. ഇപ്പം സ്ക്രീൻ കാണുന്നുണ്ടോ? ഹലോ. നോക്കി ആ ഓക്കെ ഓക്കെ. ഇപ്പം ഞാനിങ്ങനെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പറയണോ അതല്ല നിങ്ങൾ ഡിവൈസിൽ നിങ്ങൾക്ക് സ്പോട്ടിൽ ചെയ്യാൻ പറ്റുമോ, ഏത് മെത്തേഡാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ മതി. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പറയുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇൻഷാല്ല ഈ ഒരു സെഷനിൽ ഫസ്റ്റ് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ഓപ്പൺ ചെയ്യാം. ഒന്ന് നമ്മളൊരു 8:56 ഒന്ന് ഫാസ്റ്റ് ആക്കിയാൽ മതി. ജസ്റ്റ് ഗൂഗിൾ ഓപ്പൺ ചെയ്യാം. ഇപ്പം ഞാൻ ഗൂഗിൾ ഓക്കെ ഓക്കെ ഗൂഗിൾ ഓപ്പൺ ചെയ്തോ. ആരെങ്കിലും ഒരാൾ റെസ്പോണ്ട് ചെയ്താൽ നമുക്കിങ്ങനെ ഫാസ്റ്റ് ആയിട്ട് പോവാം ഇൻഷാല്ലാ. ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിൽ സൈറ്റ് നിങ്ങൾക്ക് ഫെമിലിയർ ആണെങ്കിൽ നമുക്കിത് പെട്ടെന്ന് സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത സൈറ്റിലേക്ക് പോവാം ഇൻഷാല്ലാ. ഞാൻ ഫസ്റ്റ് ഒരു അറബിക് ലാംഗ്വേജുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സൈറ്റ് പറയാമെന്നുള്ള വിചാരിക്കുന്നത്. learning.aljazeera.net. ഒന്നുകൂടി പറയാം, ലേണിംഗ്. അറിയാം. മനസ്സിലാതെ ഈ വെബ്സൈറ്റുകളുടെ ലിങ്ക് നിങ്ങൾ ചാറ്റിലോ എന്തിലെങ്കിലും ഇടുമോ? ഓ ഇടാ. ഞാൻ അഥവാ ആർക്കെങ്കിലും കാച്ചപ്പ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ആ അതിൽ നിന്ന് എടുക്കാലോ. ഈ അല്ലെ ഇതിന്റെ നോട്ട്സിൽ ജസ്റ്റ് ചാറ്റിൽ ചെയ്താൽ മതിയല്ലോ അല്ലേ? മതി. എന്നാ അവർക്ക് ക്ലിക്ക് ചെയ്താലും മതിയല്ലോ ഇനിയിപ്പോ അഥവാ ഓപ്പൺ ചെയ്യണം. കിട്ടിയല്ലോ അല്ലേ? ഞാൻ അയച്ചിട്ടുണ്ട്. കിട്ടിയിട്ടുണ്ടോ? കിട്ടി. ഓക്കെ ഓക്കെ. അപ്പം learning.aljazeera.net. ഓക്കെ, ഇതാണ് ആ വെബ്സൈറ്റ്. ഇത് എൻ്റെ അഭിപ്രായത്തിൽ മദ്രസകളിൽ മാത്രമല്ല, LP മുതൽ അല്ലെങ്കിൽ പ്രീ സ്കൂൾ മുതൽ യൂണിവേഴ്സിറ്റി വരെയുള്ള എല്ലാം അറബി പഠിക്കുന്ന അറബിക് ലേണേഴ്സ് നിർബന്ധമായിട്ടും ഫോളോ ചെയ്യേണ്ട അല്ലെങ്കിൽ ഉപയോഗിക്കേണ്ട ഒരു വെബ്സൈറ്റാണ് learning.aljazeera.net. ഇപ്പം അതിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇൻഷാല്ലാ സമയത്തിനനുസരിച്ചിട്ട് ഇതിൽ മേജർ കാര്യങ്ങൾ പറഞ്ഞു പോവാം. ഓക്കെ, ക്ലിയർ അല്ലേ? അതെ. ഓക്കെ, ഇപ്പം ഇതിൽ ഇന്റർഫേസ് അറബിക് ആണ്. അപ്പം പെട്ടെന്ന് ഇനി അറബിക്കിലുള്ള ഓരോ ടേംസും പ്രയാസം ഉണ്ടെങ്കിൽ ഇവിടെ ഇന്റർഫേസ് നമുക്ക് ഇംഗ്ലീഷിലേക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഞാൻ ജസ്റ്റ് ചേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ ഇൻഷാല്ല ഇവിടെ ഗ്രാമർ, ബ്ലോക്സ്, ക്വസ്റ്റ്യൻസ്, ടെസ്റ്റ്, കോഴ്സസ്
അപ്പോൾ ഈ ഒരു സൈറ്റിന് നമ്മൾ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ പൊതുവെ ഇനി അങ്ങോട്ട് നമ്മളൊരു AI ടൂൾസ് എന്നുള്ള ഒരു തോട്ടാണ് മുന്നോട്ട് വെക്കുന്നതെങ്കിൽ ഇത് AI ടൂൾസ് അല്ല, ഇതൊരു വെബ് റിസോഴ്സസ് ആണ്. പക്ഷെ ഈ ഒരു വെബ് റിസോഴ്സസിലൂടെ നമുക്ക് കുറേ കാര്യങ്ങൾ കിട്ടും. പ്രത്യേകിച്ച് നമ്മൾ അറബിക് ലാംഗ്വേജ് പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ, ക്ലാസ് റൂം അറബിക് ലാംഗ്വേജ് പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ഇതിലുണ്ട്. ലാംഗ്വേജ് പഠിപ്പിക്കുമ്പോൾ നമ്മൾ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് A1, B1, C1. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ A1 എന്താണ്, B1 എന്താണ്, C1 എന്താണെന്നുള്ളത്? ഇപ്പോൾ ടീച്ചേഴ്സിലാണെങ്കിലും ഈ ഒരു 3 ടൈപ്പ് ടീച്ചേഴ്സ് ഉണ്ടാവും. സ്റ്റുഡൻസ് ആണെങ്കിലും ഈ 3 ടൈപ്പ് സ്റ്റുഡൻസും ഉണ്ടാവും. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ A1, B1, C1? ഞാൻ ഒരു പാസീവ് ഇങ്ങനെ ഒരു ഇതായിക്കോട്ടെ, അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു പോലെ ആരെങ്കിലും ഒരാളൊന്ന് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുമോ? A1 എന്താണ്, B1 എന്താണ്, C1 എന്താണെന്ന്? ഓക്കെ, എന്നാൽ ഞാൻ പറയാം. അറിയില്ലെങ്കിൽ A1 എന്ന് പറഞ്ഞാൽ ഈ കാണുന്നതാണ്, ബിഗിനർ. ലാംഗ്വേജിൽ ഒരു കുട്ടി ചിലപ്പം ബിഗിനർ ആയിരിക്കും, മുബത്തദി ആയിരിക്കും, അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് ലെവലുള്ള കുട്ടിയായിരിക്കും. അതിനാണ് B1 എന്ന് പറയാം. മൂന്നാമത്തെ C1 ആണ്, എന്ന് പറഞ്ഞാൽ അഡ്വാൻസ്ഡ്. അപ്പോൾ ഒരു ലാംഗ്വേജ് പഠിക്കുന്ന കുട്ടികൾ A1, B1, C1. ഓക്കെ, അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് നമ്മൾ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ കുറേ ഓപ്ഷൻസ് നമുക്ക് ഇവിടെ കിട്ടും. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഫസ്റ്റ് ടീച്ചേഴ്സ് എന്നുള്ള നിലക്ക് നമ്മൾ എന്ത് ചെയ്യണം? മാ ഹുവ മുസ്തവായ, നമ്മുടെ ലെവൽ എന്താണെന്ന് ആദ്യം ടെസ്റ്റ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഈ ഒരു ടെസ്റ്റ് എന്ത് ചെയ്യാം? ഓരോ ക്ലാസ്സിലെ സ്റ്റുഡൻസിന്റെ ലെവൽ അനുസരിച്ചിട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു കുട്ടിക്ക് നന്നായിട്ട് അറബിക്ക് അറിയുകയാണെങ്കിൽ ആ കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റ് ആണ്. അപ്പോൾ ഇതെങ്ങനെ ഉപയോഗിക്കുന്നത് വെച്ചാൽ, ഫസ്റ്റ് ബിഗിനർ എന്നുള്ള ടാബ് ക്ലിക്ക് ചെയ്യുക. അതിലൊരു ഇൻട്രൊഡക്ടറി എന്നുള്ള ടാബ് ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മദ്രസയിൽ നമ്മൾ ഹുറൂഫുൽ ഹിജായിയ അറബിക് ആൽഫബറ്റ്സ് പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ഇതിലെല്ലാ അറബിക് ആൽഫബറ്റ്സിൻ്റെയും വീഡിയോസ് ഉണ്ട്. ഓക്കെ, സൗണ്ട് ക്ലിയർ ആണല്ലേ? ക്യാച്ച് ചെയ്യാൻ കഴിയില്ലേ? യെസ് ക്ലിയർ ആണ്. Yes, ഓക്കെ, yes. അപ്പോൾ ഞാൻ ഓരോ ടാബിന്റെ പ്രത്യേകത പറയാം, അതിന്റെ ഓരോ ലെവലും പറയാം. ലെവൽ മനസ്സിലാക്കേണ്ട എത്ര ഉള്ളൂ. ഒരു ഭാഷ പഠിക്കുന്ന കുട്ടി ഒന്നെങ്കിൽ അവൻ A1 ആയിരിക്കും, അല്ലെങ്കിൽ B1 ആയിരിക്കും, അല്ലെങ്കിൽ C1 ആയിരിക്കും. മറ്റൊരു തരത്തിൽ പറയുകയാണെങ്കിൽ A2, B2, C2. ഈ ഒരു ലെവലിലാണ് നമ്മൾ സ്റ്റുഡൻസിനെ അപ്രോച്ച് ചെയ്യേണ്ടത്. അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ക്ലാസ്സിൽ ചിലപ്പം വളരെ അറബിക് അക്ഷരങ്ങൾ അറിയാത്തൊരു കുട്ടി ഉണ്ടെങ്കിൽ ഫസ്റ്റ് ഈ ഒരു അക്ഷരങ്ങൾ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ ഒരു അക്ഷരം എടുത്തു, ബാ എടുത്തു, ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യുക, വീഡിയോ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ അറബിക് ലെറ്റേഴ്സ് ആൻഡ് സൗണ്ട്സ്, ഇപ്പോൾ ഈ ഒരു വീഡിയോ ജസ്റ്റ് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ ഒരു സൗണ്ട്സും കിട്ടും, പ്ലസ് ഇതിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. حرف الباء بيت برتقال بنت. ഓക്കെ, കേൾക്കുന്നുണ്ടോ സൗണ്ട്? ഉണ്ട് കേൾക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ സമയത്തിന്റെ പരിമിതി കൊണ്ട് മൊത്തത്തിലില്ല, ഇത് 2 മിനിറ്റിന്റെ വീഡിയോ ആണ്. അപ്പൊ എല്ലാ ക്ലാസ്സുകളിലും നമ്മൾ എന്ത് ചെയ്യണതില്ല, അക്ഷരങ്ങൾ പഠിപ്പിക്കുന്ന സമയത്ത് ഇതുപോലെയുള്ള വീഡിയോസ് കാണിച്ചു കൊടുക്കുക. എന്നിട്ട് ഈ ഒരു വീഡിയോന്റെ പ്രത്യേകത, ഏത് വീഡിയോസ് ആണെങ്കിലും ആ വീഡിയോ ബേസ് ചെയ്തിട്ടുള്ള കുറേ വൊക്കാബുലറീസ് റൈറ്റ് സൈഡിൽ അവർ കൊടുത്തിട്ടുണ്ടാവും, ഈ കാണുന്ന വൊക്കാബുലറികൾ. അപ്പം കുട്ടികളോട് എന്ത് ചെയ്യുക? വൊക്കാബുലറി കൂടി എന്ത് ചെയ്യുക? ഫോക്കസ് ചെയ്യാൻ പറയാം. അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ നമ്മൾ നിർബന്ധമായിട്ടും ഡെയിലി 5-10 കുട്ടിയുടെ കപ്പാസിറ്റി അനുസരിച്ച് നിർബന്ധമായിട്ടും എന്ത് ചെയ്യുക? ബുക്കിന് പുറത്തുള്ള ഒരു 5 വേർഡ്സ് പഠിക്കാൻ പറയും. അപ്പോൾ ഈ വൊക്കാബുലറി കയ്യിൽ ഉണ്ടെങ്കിൽ തന്നെ കുട്ടിക്ക് വളരെ സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? LSRW, ഇതാണല്ലോ നമ്മൾ ഏത് ഇംഗ്ലീഷ് ആണെങ്കിലും അറബിക് ആണെങ്കിലും ലാംഗ്വേജ് ഫോക്കസ് ചെയ്യേണ്ടത്. നമ്മുടെ മദ്രസയിൽ പഠിക്കുന്ന കുട്ടിക്ക് അറബി കേട്ടാൽ മനസ്സിലാവുന്നുണ്ടോ? അറബി വായിക്കാൻ കഴിയുന്നുണ്ടോ? അറബി എഴുതാൻ കഴിയുന്നുണ്ടോ? അറബി സംസാരിക്കാൻ പറ്റുന്നുണ്ടോ? ഈ ഒരു 4 കാര്യങ്ങൾ ഒരു ഔട്ട്കം, അതിനനുസരിച്ചിട്ട് ഒരു ഒബ്ജക്റ്റീവ് ഉണ്ടാക്കുകയും അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യാം? ഡിസൈൻ ചെയ്താൽ എല്ലാ ടൂളും നമുക്ക് എന്ത് ചെയ്യാം? സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ടൂൾ നമുക്ക് ലിസണിങ് എന്ന രീതിയിൽ ഉപയോഗിക്കാം. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം കുട്ടികൾ ഓരോരുത്തരും വിളിച്ചിട്ട് എന്ത് ചെയ്യാം? ഇതിൽ കുറേ തെമ്പ്രീനാത്ത് ഉണ്ട്. ഈ തെമ്പ്രീനാത്ത് എന്ത് ചെയ്യാം? അവരോട് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ
കുട്ടി കുറച്ചുകൂടിയും ആക്റ്റീവായിട്ട് ഒരു കാര്യത്തിൽ പങ്കെടുക്കാൻ പറ്റും. അപ്പോൾ അത് വേണമെങ്കിൽ പ്രൊജക്ടറൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടിയും എന്ത് ചെയ്യാം, രസകരമായിട്ട് എന്ത് ചെയ്യാം, ക്ലാസ്സിൽ നമുക്ക് വീക്കിലി അല്ലെങ്കിൽ ലെഷർ ടൈമിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ക്ലാസ്സിൻ്റെ ഒക്കെ അവസാനത്തിലോ അല്ലെങ്കിൽ ഭാഷ പഠിപ്പിക്കുന്ന ക്ലാസ്സിലൊക്കെ എന്ത് ചെയ്യാൻ വേണമെങ്കിൽ ഇത് ചെയ്യിപ്പിക്കാം. അപ്പം ഇവിടെ തെമ്പ്രീനകത്ത് ചെയ്യുക, അതേപോലെ തന്നെ വൊക്കാബുലറി കുട്ടിയോട് ചെയ്യിപ്പിക്കുക. ഇതാണ് ഈ ഫസ്റ്റത്തെ എലമെന്ററി ടാബിൽ പോയി കഴിഞ്ഞാൽ, ഇൻട്രൊഡക്ടറി ടാബിൽ പോയി കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു ഗുണം എന്ന് പറയുന്നത്. ഏതെടുത്തു കഴിഞ്ഞാലും ആ ഒരു വീഡിയോ ഉണ്ടാവും, വീഡിയോ ബേസ് ചെയ്തിട്ടുള്ള മുഫ്രദാത്ത് ഉണ്ടാവും, പ്ലസ് കുറേ തെമ്പ്രീനാത്തുകളും ഉണ്ടാവും. രണ്ടാമത്തത് ബിഗിനർ ടാബാണ്. ബിഗിനർ ടാബിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ചുകൂടി വലിയ ക്ലാസ്സുകളിലാണ് ഇത് നന്നാവുക. ഫോർ എക്സാമ്പിൾ ഞാനിവിടെ ഒരു വീഡിയോ എടുത്തു. ഈ വീഡിയോ ഒരു ഹിവാറാണ്. അപ്പോൾ ചില അറബിക് ടെക്സ്റ്റ് ബുക്കുകളിൽ ഹിവാർ പഠിപ്പിക്കാനുണ്ടാവും. അപ്പോൾ ആ ഹിവാർ ബേസ് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ആക്ടിവിറ്റി എന്നുള്ള നിലക്ക് ഇതുപോലെയുള്ള വീഡിയോസ് കേൾപ്പിച്ചു കൊടുക്കുക. പക്ഷെ ഇവിടെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം, ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, ഫസ്റ്റ് കാണിച്ചു കൊടുക്കുമ്പോൾ തന്നെ ഇതിലുള്ള നെസ്, ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട ട്രാൻസ്ക്രിപ്റ്റ് എന്ന് പറയുന്ന നെസ് എന്ത് ചെയ്യാണ്, ഓൾറെഡി ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഇത് ഹൈഡ് ചെയ്തിട്ട് വേണം കുട്ടിക്ക് ഇത് എന്ത് ചെയ്താണ് കാണിച്ചു കൊടുക്കാൻ. ജസ്റ്റ് ഇത് ഹൈഡ് ചെയ്യണം എന്തിനാന്ന് വെച്ചാൽ ഈ വീഡിയോ കേട്ടിട്ട് കുട്ടിക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നുള്ളതാണ്. ഇപ്പം നമ്മുടെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം പ്രത്യേകിച്ച് 1 മുതൽ 10 വരെ, മദ്രസ അല്ല സ്കൂളുകളിൽ തന്നെ ടീച്ചേഴ്സ് ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക മിക്കവാറും ഞങ്ങളൊക്കെ പഠിച്ച സമയത്ത് നമ്മളോട് നന്നായിട്ട് വായിപ്പിക്കും, അതേപോലെ നന്നായിട്ട് എഴുതിപ്പിക്കും. എന്ന് പറഞ്ഞാൽ റീഡിങ്ങും ഓക്കെ ആയിരിക്കും, റൈറ്റിങ്ങും ഓക്കെ ആയിരിക്കും. പക്ഷെ കുട്ടിക്ക് എന്ത് നഷ്ടപ്പെട്ടു പോയി, ലിസണിങ് എന്ന് പറഞ്ഞാൽ അറബി കേട്ടിട്ട് കുട്ടിക്ക് മനസ്സിലാവണില്ല, അതേപോലെ അറബി സംസാരിച്ചിട്ടും കുട്ടിക്ക് മനസ്സിലാവണില്ല. അറബി കോളേജ് പഠിക്കുമ്പോഴും ഇതേ ഒരു പ്രശ്നം തന്നെയാണുള്ളത്. അപ്പോൾ അതിനൊരു പരിഹാരം നമ്മുടെ മദ്രസ സിസ്റ്റത്തിൽ കൊണ്ടുവരാൻ സാധിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് വലിയൊരു ഔട്ട്കമായിട്ട് വലിയൊരു റിസൾട്ടായിട്ട് നമുക്ക് കാണിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ നല്ലത് ടീച്ചേഴ്സ് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഫസ്റ്റ് ഈ വീഡിയോ കേൾപ്പിക്കുക. വീഡിയോ 1, 2, 3 തവണ കേൾപ്പിച്ചിട്ടും കുട്ടിക്ക് മനസ്സിലാവില്ലെങ്കിൽ മാത്രം എന്ത് ചെയ്യാം, കുട്ടിനോട് ഈ നെസ് വായിപ്പിക്കുക. ഈ നെസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള പുതിയ വേർഡ്സുകൾ എന്താണ് ഇവിടെ മുഫ്രദാത്ത് എന്ന ഭാഗത്തുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ ഇബാറാത്ത്. അപ്പം ലാംഗ്വേജ് പഠിപ്പിക്കുമ്പം ഒരു സെക്കൻഡ് സ്റ്റെപ്പ് എന്നുള്ള നിലക്ക് കുട്ടിക്ക് ആൽഫബറ്റ്സ് കിട്ടി, ആ ആൽഫബറ്റ്സ് വെച്ചിട്ട് വേർഡ് ഫോം ചെയ്യാൻ പറ്റി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ജുംല ഫോം ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ആ കുട്ടിക്ക് എന്താണ് ലാംഗ്വേജിന്റെ ഒരു ഡെവലപ്മെന്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ആ സമയത്ത് എക്സ്പ്രഷൻസ്, വൊക്കാബുലറി മാത്രമല്ല എക്സ്പ്രഷൻസ് കൂടി എന്ത് ചെയ്യണം, നമ്മൾ ഫോക്കസ് ചെയ്യുക. അപ്പോൾ സിമ്പിളായി പറയുകയാണെങ്കിൽ അന സഈദും ബി സിയാറത്തിക്, ഐ എം ഹാപ്പി ടു വിസിറ്റ് യു എന്നുള്ളൊരു സംഭവം കുട്ടിയെ പഠിപ്പിക്കുകയാണെങ്കിൽ ആ കുട്ടിക്ക് കോൺവെർസേഷനിൽ ലൈഫിൽ ഏതെങ്കിലും ഒരു കോണ്ടെക്സ്റ്റിൽ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻസിൽ എന്താണ് ഈ ഒരു സംഭവം പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇത് ഉപയോഗിക്കാൻ പറ്റും. അപ്പം നമ്മൾ തിങ്ക് ചെയ്യേണ്ടത് ഈ ഒരു വെബ്സൈറ്റിന്റെ ഗുണം എന്ന് വെച്ചാൽ നമ്മുടെ ലൈഫിൽ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കാൻ പറ്റുന്ന കുറേ ടേംസുകൾ, കുറേ എക്സ്പ്രഷൻസുകൾ, കുറേ വൊക്കാബുലറീസ് എന്ത് ചെയ്യാം നമുക്ക് ഇതിൽ നിന്ന് പഠിക്കാൻ പറ്റും. ഇതാണ് ബിഗിനർ ടാബിൽ കിട്ടുക. അതേപോലെ തന്നെ എലമെന്ററി ടാബും. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഓരോ ടാബിലുള്ള കോണ്ടന്റും എന്തായിരിക്കും കുറച്ചുകൂടി ടഫ് കൂടിയിട്ട് വരും. അപ്പം നമ്മുടെ മദ്രസയിലുള്ള കുട്ടികളുടെ ലെവൽ അനുസരിച്ചിട്ടുള്ള വീഡിയോസ് എന്താ ചെയ്താൽ മതി, ഇതിൽ നിന്ന് സെലക്ട് ചെയ്യായിരിക്കും നന്നാവുക. അതേപോലെ ഇന്റർമീഡിയറ്റ് ടാബിലേക്ക് വരുമ്പോൾ ഇതേപോലെ തന്നെ കുറേ കണ്ടന്റ് കിട്ടും. പക്ഷെ ഒരു പ്രശ്നമുള്ളത് എന്താ വെച്ചാൽ കുറച്ചുകൂടി ടഫായിരിക്കും. അപ്പം എനിക്ക് തോന്നുന്നത് ഈ ഒരു മദ്രസയിൽ ചിലപ്പം ഇൻട്രൊഡക്ടറി, ബിഗിനർ, എലമെന്ററി, അതേപോലെ ഇന്റർമീഡിയറ്റ് ഇതുവരെയുള്ള ടാബായിരിക്കും യൂസ് ചെയ്യാൻ നല്ലത്. അത് നമ്മുടെ കുട്ടിയുടെ ലെവൽ അനുസരിച്ചാണ്. ഇതാണ് ഇതിൽ ഒന്നാമത്തെ ഫീച്ചേഴ്സ്. രണ്ടാമത്തെ ഫീച്ചേഴ്സ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഫീച്ചേഴ്സ് ആസ് എ ടീച്ചേഴ്സ് എന്നുള്ള നിലക്ക് ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് വളരെ നന്നാവും. ഇതിൽ ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു പാർട്ടുണ്ട്. ടെസ്റ്റ് ഇപ്പം നമ്മളൊക്കെ പല എക്സാംസും കഴിഞ്ഞ് പല സർട്ടിഫിക്കറ്റ്സ് ഉള്ള ആളുകളാണ്. പക്ഷെ നമുക്കിത് ശരിക്കും ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ ഇത് ചെയ്താലുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഏതെങ്കിലും ഒരു ഭാഗം, ഫോർ എക്സാമ്പിൾ വൊക്കാബുലറി എന്നുള്ള പാർട്ട് നമുക്ക് വീക്കാണ്, അല്ലെങ്കിൽ ഗ്രാമർ എന്നുള്ള ഭാഗം വീക്കാണ്, അതല്ലെങ്കിൽ നമ്മുടെ ലിസണിങ് വീക്കാണ്, അല്ലെങ്കിൽ നമ്മുടെ റീഡിങ് വീക്കാണ് എന്ന് വീക്കാണോ അല്ലേ, ചിലപ്പോൾ മിക്കവാറും അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. ബട്ട് ഇതുപോലെയുള്ള വെബ്സൈറ്റുകൾ ഉപയോഗിക്കുമ്പോൾ അവർ പറയുന്ന എക്സാംസ് ചെയ്താലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, ഞാൻ എന്തെങ്കിലും പരിഹരിക്കേണ്ടതുണ്ടോ എന്ന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ഇതിൽ മനസ്സിലാക്കാൻ പറ്റും. അതിൽ ജസ്റ്റ് നിങ്ങൾ എടുക്കേണ്ടത് ഇവിടെ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഭാഗമുണ്ട്. ഇപ്പോൾ മൊബൈൽ ഫോണിലാണ് എടുക്കണമെങ്കിൽ ലെവൽ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാർട്ട് ഉണ്ടാവും, അല്ലെങ്കിൽ
ടോപ്പ് റൈറ്റിൽ 3 ഡോട്ട്സ് ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ലെവൽ ടെസ്റ്റ് എന്ന് കിട്ടും. ലെവൽ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ എഴുതിയ പോലെ തന്നെയാണ്. ഇവിടെ എഴുതിയാൽ നമുക്ക് വായിച്ചാൽ മനസ്സിലാവും. ഇഖ്തബിർ മുസ്തവാഖ്. ഇഖ്തബിർ എന്ന് പറയാൻ നമുക്കറിയാം ടെസ്റ്റ് ചെയ്യാണ്. മുസ്തവാഖ് നമ്മുടെ ലെവൽ ടെസ്റ്റ് ചെയ്യാണ്. അപ്പോൾ ചില ക്ലാസ്സുകളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ടെസ്റ്റ് കുട്ടികളോട് ചെയ്യിപ്പിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ക്ലിയർ ആണല്ലോ അല്ലേ? സ്പീഡ് കൂടുണ്ടോ? സ്ലോ ആക്കണേ, സ്ലോ ആക്കാം. ഹലോ, കുഴപ്പമില്ല. ഡൗട്ട് ഉണ്ട് അല്ലെങ്കിൽ ഞാൻ ഇതുവരെ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് ചോദിച്ചോളൂ. എന്ന് പറഞ്ഞാൽ ഈ ടാബുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് ചോദിക്കാം, എന്നിട്ട് ടെസ്റ്റിലേക്ക് പോവാം. ഇതിപ്പോൾ സെക്കൻഡ് ഫീച്ചർ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഫസ്റ്റ് ഫീച്ചേഴ്സിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ എന്ന് പറഞ്ഞാൽ ആ ടാബിന്റെ വിഷയത്തിൽ ഇൻട്രൊഡക്ടറി, അതുപോലെ തന്നെ ബിഗിനർ, എലമെന്ററി, ഇന്റർമീഡിയറ്റ്. ടെസ്റ്റ് ചെയ്തോട്ടെ, ഡൗട്ട് ഉണ്ടെങ്കിൽ ടെസ്റ്റ് ചെയ്താലും മതിയല്ലോ. ടെസ്റ്റ് ചെയ്താലും മതി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ അടുത്ത ഫീച്ചർ പറയട്ടെ. ഈ ഫീച്ചർ പറയട്ടെ. ഓക്കെ ആണ്, പറയട്ടെ. പറഞ്ഞോളൂ. ഓക്കെ. അപ്പൊ ഇവിടെ എന്താ വെച്ചാല് 2 നിലക്കാണ് നമ്മൾ ഇതിന് ഈ ഒരു വെബ്സൈറ്റിലെ ഈ ഒരു ഫീച്ചറിനെ അപ്രോച്ച് ചെയ്യേണ്ടത്. ഒന്ന്, ടീച്ചർ എന്നുള്ള നിലക്ക് നമ്മൾ ഫസ്റ്റ് ഇതിലുള്ള എല്ലാ ടെസ്റ്റും ചെയ്തു നോക്കുക. എന്നിട്ട് ഇതിൽ ഏത് ടെസ്റ്റാണോ എൻ്റെ ക്ലാസ്സിലുള്ള കുട്ടികൾക്ക് പറ്റിയത് അത് സെലക്ട് ചെയ്തിട്ട് ടെസ്റ്റ് ചെയ്യിപ്പിച്ചാൽ മതി. എന്ന് പറഞ്ഞാൽ എല്ലാ ക്ലാസ്സിലേക്കും ചിലപ്പോൾ ഇത് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റില്ല. ബട്ട് ഇവിടെ ഉള്ളൊരു ഗുണം എന്താ വെച്ചാൽ നമുക്കൊരു സെൽഫ് ലേണിംഗ് എന്ന് പറയുന്ന ഒരു തോട്ട് വരും. പ്ലസ് അതേപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, മേ ബി നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഭയങ്കര ഓക്കെ ആയിരിക്കും, നമ്മൾ എടുക്കുന്ന കോണ്ടന്റിൽ നമ്മൾ ഓക്കെ ആയിരിക്കും, ബട്ട് നമ്മൾ കുറച്ചുകൂടി എന്ത് ചെയ്യും, ലാംഗ്വേജ് പരമായിട്ട് ഇമ്പ്രൂവ് ചെയ്യേണ്ടി വരും. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ പറയും, ഇംഗ്ലീഷിലൊക്കെ പറയാറുണ്ട് എ പീസ് ഓഫ് കേക്ക്. അപ്പോൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും എ പീസ് ഓഫ് കേക്ക്, എന്താ അപ്പോൾ ഇത്ര വലിയ ഇമ്പോർട്ടൻറ്റ്? എ പീസ് ഓഫ് കേക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് അറിയാലോ കേക്കിൻ്റെ കഷ്ണമാണെന്ന്. ബട്ട് കേക്കിൻ്റെ കഷ്ണം എന്നതിനപ്പുറം അത് കറക്റ്റ് മീനിങ് ആണ്. അതോടൊപ്പം തന്നെ അതിന് വേറൊരു മീനിങ് കൂടി ഉണ്ട്. സിമ്പിൾ എന്നുള്ള അർത്ഥവും എ പീസ് ഓഫ് കേക്കിന് പറയാറുണ്ട്. അപ്പോൾ അറബിക് ലാംഗ്വേജ് ഈസ് എ പീസ് ഓഫ് കേക്ക് എന്ന് പറഞ്ഞാൽ അറബിക് ലാംഗ്വേജ് വളരെ എളുപ്പമാണ് എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ അറബിക് ലാംഗ്വേജിലും ഇതുപോലെ തന്നെ കുറേ ഇഡിയംസും ഫ്രേസസും ഉണ്ടാവും. അപ്പോൾ നമുക്കുള്ള ഗുണം എന്താ വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു സെൽഫ് ഗ്രോത്തിന് ഇതുപോലുള്ള വെബ്സൈറ്റുകൾ സഹായിക്കും. അപ്പോൾ ഇതെങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ ഇവിടെ 5 എക്സാംസുകളാണുള്ളത്. ഒന്ന് റീഡിങ് എക്സാമാണ്, രണ്ടാമത്തത് വൊക്കാബുലറി എക്സാമാണ്, അതുപോലെ തന്നെ എക്സ്പ്രഷൻസും. മൂന്നാമത്തത് ഇഖ്തിബാറുൽ മഹാറാത്ത്. ഇഖ്തിബാറുൽ മഹാറാത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ ഓരോന്നോരോന്ന് പറയാം. ഫസ്റ്റ് ഇത് ക്ലിക്ക് ചെയ്യാം. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ പിന്നെ 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്, 3 എക്സാം ഉണ്ട്. അപ്പോൾ ഒന്നാമത്തെ ഇഖ്തിബാറുൽ ഖിറാഅത്തിന്റെ പ്രത്യേകത ഇതാണ്. എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിക്ക് ഈ ഒരു എക്സാം ചെയ്യുന്ന സമയത്ത് അറബിയിലുള്ള ടെക്സ്റ്റ് വായിച്ചിട്ട് മനസ്സിലാവുന്നുണ്ടോ ഇല്ല എന്നുള്ളതാണ് ഈ എക്സാമിൻ്റെ പ്രത്യേകത. അപ്പം ഒരു കുട്ടി ഈ ഒരു എക്സാം എഴുതി ജസ്റ്റ് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ബദഉൽ ഇഖ്തിബാർ ഇതിലുണ്ട്. മുബത്തദി A1 എന്ന് പറഞ്ഞാൽ വളരെ ബേസിക് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. മുത്തവസിത്ത് ഇന്റർമീഡിയറ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. മുത്തഖദ്ദിം അഡ്വാൻസ്ഡ് ക്വസ്റ്റ്യൻസും ആയിരിക്കും. അപ്പം നല്ലത് എന്താണെന്ന് വെച്ചാൽ കുട്ടിയുടെ ലെവൽ അനുസരിച്ചിട്ടുള്ള എക്സാം ചെയ്യിപ്പിച്ചാൽ മതി. അപ്പം ഞാൻ മുബത്തദി എടുത്തു. മുബത്തദിയിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വായിച്ചു. ഈ ക്വസ്റ്റ്യൻ പാർട്ടാണ്. ഈ ക്വസ്റ്റ്യൻ വായിച്ചു. ഓക്കെ, ആ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ഫാത്തിമ. അപ്പോൾ ഫാത്തിമയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ബിതാഖയാണ്, ഒരു സ്കൂൾ ID കാർഡാണ്. അപ്പോൾ ഈ കാർഡിലുള്ള ഫാത്തിമ ആരാണ്? ഹിന്ദിയത്താണോ, ഇറാഖിയാണോ, ഫലസ്തീനിയാണോ, മിനൽ ഇറാഖാണോ? അപ്പം ജസ്റ്റ് ആ കുട്ടിനോട് ചെയ്യാൻ പറയാം. എന്നിട്ട് അത്താലി ജസ്റ്റ് നെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ അടുത്ത ക്വസ്റ്റ്യൻ വന്നു. ക്വസ്റ്റ്യൻ വായിച്ചു, ചെയ്തു, അങ്ങനെ ഓരോന്ന് ചെയ്തു. ഇത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഓരോന്ന് ഫുള്ള് ചെയ്യാണ്. ഓക്കെ, ഒക്കെ ചെയ്തു പറഞ്ഞാൽ ഓക്കെ. അപ്പോൾ ഇതിനൊരു പ്രത്യേകത, വെറും 10 ക്വസ്റ്റ്യൻസേ ഉണ്ടാവുള്ളൂ. ഖിറാഅത്തുമായി ബന്ധപ്പെട്ടുള്ള 10 ക്വസ്റ്റ്യൻസ്. അപ്പോൾ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് വായിച്ചു, ആൻസർ ചെയ്തു. ഇൻഹാ ഉൽ ഇഖ്തിബാർ ഞാൻ ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്തു. ഇൻഹാ ഉൽ ഇഖ്തിബാർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലുള്ള ഗുണം എന്താ വെച്ചാൽ നമുക്ക് അതിൻ്റെ റിസൾട്ട് ഇവിടെ കിട്ടും. നതായിജ് 10 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, ഒന്ന് പോലും ശരിയായില്ല. അപ്പം അതിനർത്ഥം 0 മാർക്കാണ്. 0 ഔട്ട് ഓഫ് 10 പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ 0. ഇവിടെ അർലു അസ്ഇല എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഏതൊക്കെയാണ് തെറ്റിയത്. ഓയർ സൊഹിയാണ്, മൂന്നാമത്തത് ഓയർ സൊഹിയാണ്, നാലാമത്തത് ഓയർ സൊഹിയാണ്.
ഇതാണ് ഈ ഒരു എക്സാമിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കൊരു അറബിയിലുള്ള ഒരു ടെക്സ്റ്റ് വായിച്ചിട്ട് അത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ, അതേപോലെ സ്റ്റുഡൻസിന് അത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ളത് ഈ ഒരു ടെസ്റ്റിലൂടെ കിട്ടും. രണ്ടാമത്തെ ടെസ്റ്റും ഇതേപോലെ തന്നെയാണ്. വൊക്കാബുലറിയുമായി ബന്ധപ്പെട്ട കുറേ ടെസ്റ്റ് ഉണ്ടാവും. എന്നാൽ ഇതിലെ മൂന്നാമത്തെ ടെസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് കഴിയുന്നതും ഹയർ ക്ലാസ്സുകളിൽ മാത്രം ചെയ്യിപ്പിക്കായിരിക്കും നന്നാവുക. ചെറിയ ക്ലാസ്സിൽ ചെയ്താൽ അത് ചെയ്യാൻ കഴിയൂല, അത്രയും ടഫായിരിക്കും. എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൂന്നാമത്തെ ടെസ്റ്റിൻ്റെ പ്രത്യേകത, ഈ ടെസ്റ്റിൽ ആകെ ഒരൊറ്റ എക്സാമേ ഉള്ളൂ. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 30 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഈ 30 ക്വസ്റ്റ്യൻസിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് ഇവിടുന്ന് മനസ്സിലാവും. ഈ ഭാഗമാണ് ഇമ്പോർട്ടൻ്റ്. അൽ ഫിഅത്ത് എന്ന് പറഞ്ഞാൽ 1 മുതൽ 10 വരെയുള്ള ക്വസ്റ്റ്യൻസ് റീഡിങ്ങുമായി ബന്ധപ്പെട്ടതായിരിക്കും. എന്നാൽ 11 മുതലുള്ള എക്സാം കംപ്ലീറ്റ് ലിസണിങ്ങുമായി ബന്ധപ്പെട്ടതാണ്. എന്നാൽ 21 മുതലുള്ളത് കംപ്ലീറ്റ് നമ്മുടെ റൈറ്റിങ്ങുമായി ബന്ധപ്പെട്ടതായിരിക്കും. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് നമ്മുടെ സ്പീക്കിംഗ് അല്ലാത്ത നമ്മുടെ ഇസ്തിമാവുമായി ബന്ധപ്പെട്ടത്, ഖിറാഅത്തുമായി ബന്ധപ്പെട്ടത്, കിതാബത്തുമായി ബന്ധപ്പെട്ടത്, അഥവാ ലിസണിങ്ങും റീഡിങ്ങും റൈറ്റിങ്ങും, ഇത് മൂന്നും എന്ത് ചെയ്യും ഈ ഒരു എക്സാമിലൂടെ നമുക്കറിയാൻ പറ്റും. നമുക്ക് ലിസണിങ് കപ്പാസിറ്റി പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റുഡൻസിന് ലിസണിങ് കപ്പാസിറ്റി പ്രശ്നമുണ്ടോ, റീഡിങ് കപ്പാസിറ്റി പ്രശ്നമുണ്ടോ, റൈറ്റിംഗ് കപ്പാസിറ്റി പ്രശ്നമുണ്ടോ. അത് എന്ത് ചെയ്യാം, ഇതിലൊരു പ്രശ്നമുണ്ടെങ്കിൽ നമുക്കത് പരിഹരിക്കാനുള്ള മറ്റ് മാർഗങ്ങൾ സ്വീകരിക്കാനും പറ്റും. ഇതാണ് ഈ ഒരു എക്സാമിൻ്റെ ഒരു പ്രത്യേകത. ഇത് ജസ്റ്റ് ഇവിടെ വളരെ സിമ്പിളാണ്. ജസ്റ്റ് ഇങ്ങനെ നെക്സ്റ്റ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത്താലി ഇങ്ങനെ അടിച്ചു പോയി കഴിഞ്ഞാൽ, കംപ്ലീറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മുലഖസുൽ ഇഖ്തിബാർ അത് ക്ലിക്ക് ചെയ്ത് ഇൻഹാഉൽ ഇഖ്തിബാർ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, കറക്റ്റ് അതിൻ്റെ റിസൾട്ട് കിട്ടും. ആ റിസൾട്ടിൽ അറിയാൻ പറ്റും ലിസണിങ്ങിന് എത്ര മാർക്ക് കിട്ടി, റീഡിങ്ങിന് എത്ര മാർക്ക് കിട്ടി, അതേപോലെ തന്നെ റൈറ്റിങ്ങിന് എത്ര മാർക്ക് കിട്ടി. ഓക്കെ, അതേപോലെ തന്നെ ഈ എക്സാം ചെയ്യാൻ നമ്മളെടുത്ത അല്ലെങ്കിൽ സ്റ്റുഡൻസ് എടുത്ത സമയം, അതേപോലെ തന്നെ അറുതു അസിൽ എടുത്തു കഴിഞ്ഞാൽ ഈ കാണുന്നതൊക്കെ തെറ്റാണ്. ഇതിലൊറ്റ ഗ്രീൻ വന്നിട്ടില്ല. ഗ്രീൻ വന്നാൽ അതിൻ്റെ അർത്ഥം സ്വഹിയാണ്, പിങ്ക് ആണെങ്കിൽ ഹോയർ സ്വഹിയാണ്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും തെറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം ആ കുട്ടിക്ക് 1 മുതൽ 10 വരെയുള്ള റീഡിങ് പ്രശ്നമുണ്ട്, 11 മുതൽ 20 വരെയുള്ള ലിസണിങ് പ്രശ്നമുണ്ട്, 21 മുതൽ 30 വരെയുള്ള റൈറ്റിങ്ങും പ്രശ്നമുണ്ട്. എന്ന് പറഞ്ഞാൽ ലാംഗ്വേജിൻ്റെ മേജർ ആയിട്ടുള്ള 3 പാർട്ടും ആ കുട്ടിക്ക് പ്രശ്നമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്നാൽ ഇതിലെ മൂന്നാമത്തെ എക്സാം, 4ാമത്തെ എക്സാം കഴിയുന്നതും മദ്രസകളിൽ ചെയ്യിപ്പിക്കാതിരിക്കുകയാണ് നല്ലത്. എന്ന് പറഞ്ഞാൽ പ്രശ്നം ഉണ്ടായിട്ടല്ല, വളരെ ടഫ് ക്വസ്റ്റ്യൻസ് ആണ് ഇതിലുണ്ടാവുക. അതേപോലെ 5ാമത്തത് മദ്രസയിൽ നമ്മൾ കായികകളൊക്കെ പഠിപ്പിക്കും, അറബിയിലുള്ള കായിക പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ, നിയമങ്ങളൊക്കെ പഠിപ്പിക്കുകയാണെങ്കിൽ ആ നിയമങ്ങൾ ബേസ് ചെയ്തിട്ടുള്ള ഒറ്റ എക്സാമാണുള്ളത്. ജസ്റ്റ് ഇതൊക്കെ വളരെ സിമ്പിളാണ്. 20 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. 20 ക്വസ്റ്റ്യൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓരോ ഓപ്ഷൻസും ഉണ്ടാവും. ഓക്കെ, ഇനി ഇതിൽ ഗ്രാമർ ഉണ്ട്. ഗ്രാമറുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറേ ക്ലാസ്സുകൾ നമുക്ക് കിട്ടും. ഇതൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മബാദി നഹ്വിയ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കുറേ ക്ലാസ്സുകളുണ്ട്. ആ ക്ലാസ് തന്നെ നമുക്ക് എന്ത് ചെയ്യും, അറബിക്കിലും കിട്ടും, ഷോ ദ ട്രാൻസ്ലേഷൻ ഇംഗ്ലീഷിലും കിട്ടും. ഇപ്പോൾ 2 ഓപ്ഷൻസും ഇതിൽ നിന്ന് കിട്ടും. അപ്പോൾ ഞാനിതിൽ പ്രിഫർ ചെയ്യുന്ന 3 ഏരിയ, ഒന്ന് ഗ്രാമറാണ് ഫസ്റ്റ്, രണ്ടാമത്തത് ബിഗിനറിലുള്ള 3 ടാബ്, ഇൻ്റർമീഡിയറ്റിലുള്ള 1 ടാബ്, മൂന്നാമത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മൾ ടീച്ചേഴ്സും സ്റ്റുഡൻസും ഒരുപോലെ ചെയ്യേണ്ട സാധനമാണ് ടെസ്റ്റ്. ടെസ്റ്റിൽ 5 ടെസ്റ്റ് ഉണ്ട്. അതിൽ 4ാമത്തത് ടീച്ചേഴ്സിന് ചെയ്യാം, സ്റ്റുഡൻസിനോട് ഒരിക്കലും ചെയ്യിപ്പിക്കാതിരിക്കുകയാണ് ഏറ്റവും നല്ലത്. ബാക്കിയൊക്കെ വേണമെങ്കിൽ സ്റ്റുഡൻസിനോട് വേണമെങ്കിൽ ചെയ്യിപ്പിക്കാൻ പറ്റും. ഓക്കെ, ഈ ഒരു വെബ്സൈറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുള്ള സംശയങ്ങൾ ചോദിക്കാം. അത് ഓക്കെ ആണെങ്കിൽ നമുക്ക് അടുത്ത ടൂളിലേക്ക് പോകാം. അതല്ല ഇതിൽ എന്തെങ്കിലും ക്ലിയർ ചെയ്യാണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്യുകയും ചെയ്യാം ഇൻഷാ അല്ലാഹ്. ഹലോ, ചോദിച്ചോളൂ. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കണേ.
ഇതെങ്ങനെ ക്ലാസ് റൂമിൽ ഇംപ്ലിമെന്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് പറഞ്ഞുതരാം. അതല്ല ഇനി വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതൊക്കെ ചോദിക്കാം. ഇൻഷാ അല്ലാ. നമുക്ക് നെക്സ്റ്റ് ടൂളിലേക്ക് പോകാം ഉസ്താദ്. ഓക്കെ ആണല്ലോ അല്ലേ? ഓക്കെ ഇൻഷാ ആ. നെക്സ്റ്റ് ടൂൾ നിങ്ങൾ 2 ടൂൾ ഉണ്ട്. അതിൽ ഒന്ന് നോട്ട്ബുക്ക് എല്ലാം ആണ്. നോട്ട്ബുക്ക് എല്ലാം യൂസ് ചെയ്യാറുണ്ടോ? ഉപയോഗിക്കുന്ന യെസ്. ആരെങ്കിലും? എങ്ങനെ ഉണ്ട്. സർ ആ ഒരു അതിൽ സാറ് ഉപയോഗിക്കുന്ന ആരാണ് ഇപ്പൊ പറഞ്ഞത്? ആരാണ് ഉപയോഗിക്കുന്ന പേര്? സൽമാൻ. സൽമാൻ സാർ അതിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ഉപയോഗിക്കാറുള്ളത്? അതില് നമ്മള് ഇപ്പോ നോട്ട്സ് ഉണ്ടാക്കണമെങ്കിലൊക്കെ സിമ്പിളായിട്ട് ഉം, നമുക്ക് ആ സാധനം അപ്ലോഡ് ചെയ്തിട്ട് ഇപ്പോ ഉം, ഒരു ചാപ്റ്റർ ആണെങ്കിൽ നമ്മൾ പുസ്തകങ്ങളൊക്കെ PDF ആക്കി വെച്ചിട്ടുണ്ട്. ഉം, ആ പുസ്തകം റിസോഴ്സ് ആയിട്ട് ആഡ് ചെയ്തിട്ട് നമുക്ക് വേണ്ട ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ ഉം. അത് വളരെ എഫക്റ്റീവ് ആയിട്ട് സിമ്പിൾ ആയിട്ട് തരും. ഓക്കെ. പിന്നെ വേറെന്താ ഉപയോഗിക്കല് നോട്ട്ബുക്ക് എല്ലാം മേല്? ഒന്ന് നമ്മളിപ്പോ ഇവിടുത്തെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ മലയാളം അറിയില്ല അധികം കുട്ടികൾക്കും. ഓക്കെ. അപ്പോ ചരിത്രം പോലുള്ള വിഷയങ്ങളൊക്കെ നമുക്ക് എന്താണ് സിമ്പിൾ ആയിട്ട് അതിന്റെ തെതിരിവാത്തുകളൊക്കെ മംഗ്ലീഷില്, ഇംഗ്ലീഷില്, മലയാളത്തിൽ ഈ 3 ഭാഷയിലും അത് ഔട്ട്പുട്ട് തരാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടും. അപ്പൊ നമുക്ക് അത് കൺസോളിഡേറ്റ് ആയിട്ട് ഒരൊറ്റ വേർഡ് ഡോക്കിൽ സാർ കിട്ടും. കംപ്ലീറ്റ്ലി ഒരു ടെക്സ്റ്റ് ഓറിയന്റഡ് സാധനമാണ് ചോദിക്കാറുള്ളത്. അതെ അതെ, കുട്ടികൾക്ക് നോട്ട് സാർ കൊടുക്കാനാണ് അതില് നമ്മൾക്കറിയില്ല. ഓക്കെ ഓക്കെ അതിൽ ഇൻഫോഗ്രാഫിക്സോ അങ്ങനെയൊക്കെ ട്രൈ അത് ചെയ്തിരുന്നോ? അത് ഉപയോഗിക്കാറില്ല. ഓക്കെ. എന്നാ ഞാൻ അങ്ങനെ ജസ്റ്റ് ഉപയോഗിക്കാറില്ല. അതിലേക്കൊന്ന് പറയട്ടെ. എന്നാല് വേറെ ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ? അല്ല, ഓക്കെ. കൂടുതൽ ടീച്ചേഴ്സ് ഇങ്ങനെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാര്യമായിട്ട് ChatGPT ആണ് ഉപയോഗിക്കാറ് എല്ലാവരും. ഓക്കെ. ചിലവരൊക്കെ ജെമിനി ഉപയോഗിക്കുന്നുണ്ട്. എന്നാ ഇതൊന്ന് പറഞ്ഞു ജസ്റ്റ്. ആ ഇത് ജസ്റ്റ് നിങ്ങള് ഇന്ന് പല ടൂളുകളും ഇന്ന് അവൈലബിൾ ആണ്. ബട്ട് കുറേ ഫീച്ചേഴ്സ് നമുക്ക് ഒരൊറ്റ ടൂളിൽ അവൈലബിൾ ആയി കിട്ടും. അതാണ് നോട്ട്ബുക്ക് LMന്റെ ഒരു പ്രത്യേകത. ഗൂഗിളിന്റെ ഒഫീഷ്യൽ സാധനമാണ്. ജസ്റ്റ് നിങ്ങൾ ഗൂഗിളിൽ നോട്ട്ബുക്ക് LM എന്ന് ടൈപ്പ് ചെയ്താൽ മതി. ലിങ്ക് വേണമെങ്കിൽ ഷെയർ ചെയ്യാം. നോട്ട്ബുക്ക് LM.google.com. ഞാൻ അതല്ല, നമ്മൾ ഒഫീഷ്യലി നമ്മളെ മെയിൽ ID ആയിട്ട് കണക്റ്റഡ് ആയിരിക്കും. അവിടെ ഗൂഗിൾ ആപ്സ് എന്ന് പറഞ്ഞ കുറേ ഒരു ഏരിയ ഉണ്ടാവും. ഇത് ഒരു വേറൊരു ഏരിയ ആണ്. നമ്മൾ പഠിക്കേണ്ട കുറേ ഫീച്ചേഴ്സ് ഇതിലുണ്ട്. ബട്ട് ഇപ്പോൾ നമുക്ക് സമയമില്ലാത്തതുകൊണ്ടാണ്. ഉണ്ടോ, ഒഫീഷ്യലായിട്ട് വളർന്നത് കൊണ്ട് മാത്രമാണ് ഇവിടെ നോട്ട്ബുക്ക് എല്ലാം കാണുന്നത്. ഓക്കെ. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ സാർ ഒന്നെങ്കിൽ എന്ത് അതൊന്ന് ചെയ്യാം? സാർ ഒന്ന് അതൊന്ന് പറയാം. നമ്മുടെ ചാറ്റിലിരുന്നേ. ഓക്കെ ഓക്കെ നോട്ട്ബുക്ക് എല്ലാം ഞാൻ ചാറ്റിൽ ഇട്ടുതരാം. ഓക്കെ, ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ എല്ലാ ഫീച്ചേഴ്സും പറയാൻ പറ്റുമോ അറിയില്ല. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് പിന്നെ ക്ലിയർ ചെയ്യാം ഇൻഷാ അല്ലാ. ഓക്കെ, ജസ്റ്റ് നോട്ട്ബുക്ക് എല്ലാം ഓപ്പൺ ചെയ്യാം. അത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു മെയിൽ ID അതിലേക്ക് ലോഗിൻ ചെയ്യണം. നിങ്ങളുടെ ഒരു മെയിൽ ID വെച്ചിട്ട് ലോഗിൻ ചെയ്യുക. അപ്പോൾ ഓൾറെഡി ഞാനിവിടെ ലോഗിൻ ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ ലോഗിൻ ചെയ്തതാണ്. ഞാൻ എൻ്റെ മെയിൽ IDയിലേക്ക് ലോഗിൻ ചെയ്തു. ഇതേപോലെ ഒരു മെയിൽ IDയിലേക്ക് ലോഗിൻ ചെയ്യുക. ഈ ഒരു ബ്ലൂ ഒന്ന് ഒഴിവാക്കാൻ പറ്റുമോ? അങ്ങനെ സ്ക്രീൻ മേലുള്ള സാർ ഒന്ന് അൺഷെയർ ചെയ്തിട്ട് റീഷെയർ ചെയ്താൽ മാറും. ആരോ കളിക്കുന്നത് അതിനകത്ത്. ഓക്കെ ഓക്കെ കുഴപ്പമില്ല. ഓക്കെ, ഇപ്പോൾ എല്ലാവരും ലോഗിൻ ചെയ്തോ? ഈ ഒരു ഇന്റർഫേസിലേക്ക് എത്തിയോ? ഈ ഒരു വാജിഹ ജദീദ ഈ ഒരു പാർട്ടിലേക്ക് എത്തിയോ എന്ന് പറഞ്ഞാൽ റൈറ്റ് സൈഡ്. ഓക്കെ, എത്തിയില്ലേ? ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ എല്ലാ ചാപ്റ്റേഴ്സും ഒരു നോട്ട്ബുക്ക് ആയിട്ട് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഞാനൊരു എക്സാമ്പിൾ കാണിക്കാം. ഞാൻ ഇന്ന് ചെയ്തൊരു എക്സാമ്പിളാണ്. വേറൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇന്നോ ഇന്നലെ ചെയ്താണ്. ഇന്നിപ്പം 19-ാം തീയതി 20-ാം തീയതി. ഓക്കെ, 19-ാം തീയതി ചെയ്തതാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം ജസ്റ്റ് ഡിസംബർ 19 ഞാൻ ചെയ്ത വർക്കാണ്. ഒന്നുമില്ല, നിങ്ങൾ ചെയ്യേണ്ട ഇത്രേ ഉള്ളൂ. ക്രിയേറ്റ് ന്യൂ നോട്ട്ബുക്ക് എന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പം ഞാൻ ഓൾറെഡി ചെയ്ത ആളായതുകൊണ്ട് എനിക്കത് മതി. അല്ലെങ്കിൽ പുതിയ ആളുകളാണെങ്കിൽ ക്രിയേറ്റ് നോട്ട്ബുക്ക് എന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത സമയത്ത് നിങ്ങൾക്കൊരു വിൻഡോ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഒരു 2 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഫുൾ ഫീച്ചേഴ്സ് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിക്കണം? സിസ്റ്റം യൂസ് ചെയ്യണം. മൊബൈൽ ആപ്സ് ആണെങ്കിൽ അതിനൊരു ലിമിറ്റേഷൻസ് ഉണ്ട്. കുറേ ഫീച്ചേഴ്സ് ഒഴിവായിട്ടുണ്ടായിരുന്നു. അപ്പോൾ വളരെ ലിമിറ്റഡ് ഫീച്ചേഴ്സ് മാത്രമേ മൊബൈൽ ഫോണിൽ കിട്ടുള്ളൂ. ഒന്നെങ്കിൽ ടാബിലേക്ക് മാറാം,
അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പിലേക്ക് മാറാം, അല്ലെങ്കിൽ ലാപ്പിലേക്ക് മാറാം. ഓക്കെ, ചെയ്യേണ്ടത് എത്ര ഉള്ളൂ, ജസ്റ്റ് നോട്ട്ബുക്ക് എല്ലാം അവിടെ ക്രിയേറ്റ് ന്യൂ നോട്ട്ബുക്ക് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത സമയത്ത് ആഡ് സോഴ്സസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്ത സോഴ്സസ് എന്നുണ്ടാവും. അവിടുന്ന് ഒരു അപ്ലോഡ് ചെയ്യുക, ഒരു ഫയൽ അപ്ലോഡ് ചെയ്യുക. ഓൾറെഡി ഞാനിവിടെ ദീവാനു സക്കാഉൽ ഇസ്തിനാഹി എന്ന് പറഞ്ഞിട്ട് ഒരു ഫയൽ ഞാൻ അപ്ലോഡ് ചെയ്തു. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾ പഠിപ്പിക്കുന്ന ക്ലാസ്സിൽ ഹിസ്റ്ററി ക്ലാസ്സോ അല്ലെങ്കിൽ തഫ്സീറിൻ്റെമായി ബന്ധപ്പെട്ടതോ ഹദീസുമായി ബന്ധപ്പെട്ടതോ ഏതെങ്കിലും ഒരു PDF നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് PDF ആക്കിയിട്ട് അപ്ലോഡ് ചെയ്യാം. ഇത് ഫ്രീ വേർഷനിൽ ഏകദേശം 50 PDF ഒരേ ടൈമിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഇനി അതല്ല, നിങ്ങളുടെ ഗൂഗിൾ ജെമിനായി ഒരു പ്രോ വേർഷൻ ആണെങ്കിൽ അറ്റ് എ ടൈമിൽ നിങ്ങൾക്ക് 300 ഫയൽ അപ്ലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങളുള്ളൂ. ഒന്ന്, 3 സെക്ഷൻസ് ആയിരിക്കും ഉണ്ടാവുക. ഫസ്റ്റ് സെക്ഷൻസ് സോഴ്സസ് ആണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന PDF ഫയലുകൾ, അതുപോലെ തന്നെ ഗൂഗിൾ ഡോക്സുകൾ, അതേപോലെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന യൂട്യൂബിലെ ലിങ്കുകൾ, അതേപോലെ തന്നെ എന്തെങ്കിലും ടെക്സ്റ്റ്. ഇതൊക്കെയാണ് സോഴ്സസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ സെക്ഷനാണ് ഏറ്റവും മേജർ ആയിട്ടുള്ള രണ്ടാമത്തെ സെക്ഷൻ. നമ്മൾ അപ്ലോഡ് ചെയ്ത ഫയല് PDF ആണെങ്കിൽ ആ PDFന്റെ ഒരു സമ്മറി, നമ്മൾ ചോദിക്കാത്തതിൻ്റെ ഒരു സമ്മറി നമുക്ക് തരും. ഓക്കെ, യുഅദ്ദു ഹാദിൽ കിതാബ് അല്ലദി അഅദ്ദഹു ഐമൻ ഫാഹിസ് എന്ന് പറഞ്ഞിട്ട് ഒരു സമ്മറി നമുക്ക് തരും. അതിൻ്റെ നേരെ താഴെ നമുക്കൊരു 3 ക്വസ്റ്റ്യൻസും അവർ പറഞ്ഞുതരും. ഈ PDF ബന്ധപ്പെട്ട് നമുക്ക് ചോദിക്കാൻ പറ്റിയ 3 ക്വസ്റ്റ്യൻസും ഉണ്ടാവും. അതല്ല, ഈ PDF ബന്ധപ്പെട്ട് എന്ത് ക്വസ്റ്റ്യൻസും നമുക്ക് ഇവിടെ ചോദിക്കാം, ഈ ഒരു പാർട്ടിൽ ചോദിക്കാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഈ പാർട്ടിൻ്റെ പേരാണ് ചാറ്റ് സെക്ഷൻ എന്നാണ് പറയാം. നമ്മൾ അപ്ലോഡ് ചെയ്ത PDF പെട്ട് എന്ത് ചോദ്യങ്ങൾ ചോദിക്കാം. ഓക്കെ, മൂന്നാമത്തതാണ് വളരെ മേജർ ആയിട്ടുള്ള ഒരു പാർട്ട് എന്ന് പറഞ്ഞാൽ സ്റ്റുഡിയോ. ഫസ്റ്റ് പാർട്ട് സോഴ്സസ്, സെക്കൻഡ് ചാറ്റ്, തേർഡ് സ്റ്റുഡിയോ. സ്റ്റുഡിയോന്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ഈ ഒരു PDF ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സോഴ്സസ് എന്താണോ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഓഡിയോ ക്രിയേറ്റ് ചെയ്യാം, വീഡിയോ ക്രിയേറ്റ് ചെയ്യാം, മൈൻഡ് മാപ്പ് ക്രിയേറ്റ് ചെയ്യാം, റിപ്പോർട്ട്സ്, ഫ്ലാഷ് കാർഡ്, ക്വിസ്, ഇൻഫോഗ്രാഫിക്സ്, സ്ലൈഡ്, ഡാറ്റ ടേബിൾ. ഞാൻ ഓരോന്നും കാണിക്കാം. ഇതിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, ഇത് ജസ്റ്റ് ഇപ്പം കൊടുക്കുകയാണെങ്കിൽ കുറച്ച് സമയം എടുക്കും ഇതിൻ്റെ ഒരു ഔട്ട്കംസ് വരാൻ, ഔട്ട്പുട്ട് വരാൻ. ഇപ്പോൾ ഓൾറെഡി ഞാനിത് ചെയ്ത് വെച്ചതാണ്, അതുകൊണ്ടാണ് ഇത് പെട്ടെന്ന് കിട്ടിയത്. ഫസ്റ്റ് ഞാൻ ഇതിൻ്റെ ഡാറ്റ ടേബിൾ കാണിക്കാം. ഇപ്പം നമ്മൾ അപ്ലോഡ് ചെയ്ത ഫയൽ ഏതാണോ അതുമായി ബന്ധപ്പെട്ടൊരു ഡാറ്റ ടേബിൾ കിട്ടും. അപ്പം ഞാൻ ജസ്റ്റ് ഡാറ്റ ടേബിൾ ക്ലിക്ക് ചെയ്തു. ഓക്കെ, ഇങ്ങനൊരു ഡാറ്റ ടേബിൾ നമുക്ക് കിട്ടും. ഓക്കെ, ഇസ്മു തത്തിബീക്ക്, ഇതിപ്പോൾ ഞാൻ AI ബന്ധപ്പെട്ടാണ്. നിങ്ങളൊരു ഹദീസോ തഫ്സീറോ ഖുറാനോ എന്തുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ ഇതേപോലെ ടേബിളായിട്ട് കിട്ടും. ടേബിൾ വിത്ത് സബ് ടൈറ്റിൽസ് ഉള്ള ടേബിളായിട്ട് കിട്ടും, അല്ല ഹെഡിങ്സ് ഉള്ള ടേബിളായിട്ട് കിട്ടും. ഇപ്പോൾ തസ്നീഫ്, വസ്ഫ്, മഹാം റഈസിയ, അഹമുൽ മുമയ്യിസാത്ത്, റാബിത്തുൽ മൗഖിയ, മസ്തർ. ഈ ടാബിൾ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, എക്സൽ ഷീറ്റിലേക്ക് എക്സ്പോർട്ട് ചെയ്യാനും പറ്റും. ഓക്കെ, ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക. ടാബിൾ കിട്ടും. ഈ ടാബിൾ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇതുപോലെ നമുക്ക് സമ്മറി നോട്ട്സ് ആയിട്ട് സ്റ്റുഡൻസിന് കൊടുക്കാം. രണ്ടാമത്തത് ഒരു പ്രത്യേകത, നമ്മൾ എടുക്കുന്ന ക്ലാസ്സിൻ്റെ ഒരു ഇൻഫോഗ്രാഫിക്സ് കിട്ടും. ഇൻഫോഗ്രാഫിക്സ് എന്ന് പറഞ്ഞാൽ ഞാൻ കാണിക്കാം, അതാണ് കുറച്ചുകൂടി നന്നാവുക. ഓക്കെ, ഇതാണ് ഇൻഫോഗ്രാഫിക്സ്. വളരെ വളരെ മനോഹരമായ രീതിയിൽ അവരെന്ത് ചെയ്യും, നമുക്ക് വേണ്ട രീതിയിലുള്ള ഇൻഫോഗ്രാഫിക്സ് അവർ ക്രിയേറ്റ് ചെയ്ത്. ഓക്കെ, ഇപ്പം ഇതിൽ ഇതെന്ന് വെച്ചാൽ നമ്മളെ PDF മേജർ ആയിട്ടുള്ള പാർട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പിക്ചോറിക്കൽ വിഷ്വലൈസ് ചെയ്തിട്ട് അവരെന്ത് ചെയ്യും, നമുക്ക് പഠിപ്പിച്ചു തരും. അപ്പം ഇത് വെച്ചിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ക്ലാസ് എടുക്കാൻ പറ്റും. ഇത് ഡൗൺലോഡ് ചെയ്യാം, ഇത് ഷെയർ ചെയ്യാൻ, ഡൗൺലോഡ് ചെയ്തിട്ട് വേറൊരാൾക്ക് ഷെയർ ചെയ്യാൻ പറ്റും. മൂന്നാമത്തത് സ്ലൈഡുകളാണ്. ഇപ്പോൾ PPT ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിനാണ് സ്ലൈഡ് ഡെക്ക് എന്ന് പറയാം. ഇപ്പോൾ ഫസ്റ്റ് ഡാറ്റ ടേബിൾ പറഞ്ഞു, ഇൻഫോഗ്രാഫിക് പറഞ്ഞു, സ്ലൈഡ് ഡെക്ക്. സ്ലൈഡ് ഡെക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്ത PDF അല്ലെങ്കിൽ സോഴ്സ്, ആ സോഴ്സുമായി ബന്ധപ്പെട്ടുള്ള സ്ലൈഡ് അവർ ക്രിയേറ്റ് ചെയ്ത് തരും. ഞാൻ ഉണ്ടാക്കിയ സ്ലൈഡാണ്. ഓക്കെ, ആ സ്ലൈഡ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം, ഡൗൺലോഡ് ചെയ്ത് ഷെയർ ചെയ്യാം. ഓക്കെ ഓക്കെ എന്താ ഇത്രയും സ്ലൈഡ്, ഏകദേശം 15 സ്ലൈഡ്സ് അവർ ക്രിയേറ്റ് ചെയ്യും. ഇത് നമുക്ക് അവിടെ തന്നെ വേണമെങ്കിൽ സ്ലൈഡ് ഷോ കാണിക്കാം, ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻസും ഉണ്ട്. മൂന്നാമത്തത് ഇതിൻ്റെ പ്രത്യേകത,
നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓഡിയോ. ഇപ്പം ഞാനിതൊരു ഓഡിയോ ആണ്, ജസ്റ്റ് ഓഡിയോ പ്ലേ ചെയ്യാം. فيض المعلومات اليومي بيخلي مهمة إن الواحد يلاقي أداة رقمية مناسبة خصوصا بالعربي مهمة شبه مستحيلة. ഓക്കെ, അപ്പം ഈ ഒരു ഓഡിയോൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാ ക്ലാസ്സിലും നമ്മൾ നോട്ട്സ് കൊടുക്കുമ്പം ടെക്സ്റ്റ് നോട്ട്സ് ആണ് കൊടുക്കുക. എന്ന് പറഞ്ഞാൽ ടൈപ്പ് ചെയ്ത ഫയലോ അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ഡൗൺലോഡ് ചെയ്ത ഫയലാണ് കൊടുക്കുക. നമുക്ക് എന്തുകൊണ്ട് കുട്ടികൾക്ക് ആ ഒരു ചാപ്റ്ററിൻ്റെ വീഡിയോ കൊടുത്തുവിടുക അല്ലെങ്കിൽ ഓഡിയോ കൊടുത്തുവിടുക? കാരണം കുട്ടി ലിസൺ ചെയ്ത് കാര്യങ്ങൾ കുട്ടിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ നോക്കാം. അപ്പോൾ സിമ്പിളായിട്ടുള്ള ഓഡിയോ, ഏകദേശം 11 മിനിറ്റ് ഉണ്ട്. അത് നമ്മൾ ഓഡിയോ ഇത്രയും 11 മിനിറ്റ് വരാനുള്ള കാരണം ഇതൊരു 30 പേജസ് ഉള്ള ഒരു PDF ആണ്. അപ്പോൾ PDF-ൻ്റെ എണ്ണം കുറക്കുക. അങ്ങനെയാണെങ്കിൽ ഒരു 7 മിനിറ്റ് 6 മിനിറ്റിൻ്റെ ഉള്ള ഇത് കിട്ടും. അപ്പോൾ ഇതും നമുക്ക് എന്ത് ചെയ്യാം, കുട്ടിക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെ ഒരു ഓപ്ഷനാണ് മൈൻഡ് മാപ്പ്. മൈൻഡ് മാപ്പിൻ്റെ പ്രത്യേകത ഇതാണ്. നമ്മൾ ക്ലാസ്സിൽ വേണമെങ്കിൽ പ്രൊജക്ടറൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഡൗൺലോഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ജസ്റ്റ് എന്ത് ചെയ്യാം, തഹരീറുൽ കിതാബ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ അടുത്ത പോയിന്റ് വരും. ഇത് ക്ലിക്ക് ചെയ്താൽ അടുത്ത പോയിന്റ് വരും. ഇനി ഇതിൽ ഏതെങ്കിലും പോയിന്റ് ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ലിസാൻമ ക്ലിക്ക് ചെയ്താൽ നേരെ അത് ചാറ്റിലേക്ക് വന്ന് എന്താണ് ലിസാന് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഇവിടെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. ഓക്കെ, അതേപോലെ തന്നെ ജസ്റ്റ് സിമ്പിളായിട്ട് ഇങ്ങനെ ക്ലിക്ക് ചെയ്യാനുള്ളൂ, വേറെ ശ്രദ്ധിക്കാനൊന്നുമില്ല. അതേപോലെ വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ ഉണ്ടാക്കിയൊരു വീഡിയോ ആണ്, ജസ്റ്റ് ആ വീഡിയോ പ്ലേ ചെയ്യാണ്. ഓക്കെ, വീഡിയോ പ്ലേ ചെയ്തു. ലോഡിംഗ് ആണ്. ഏകദേശം എനിക്ക് തോന്നുന്നത് 7 മിനിറ്റുള്ളൊരു വീഡിയോ നമുക്ക് എന്ത് ചെയ്യും. أهلا بكم. العالم كله حاليا في حالة ثورة بسبب الذكاء الاصطناعي. كل يوم بنشوف أدوات جديدة بتظهر، لكن في سؤال مهم لازم نسأله: هل الثورة دي بتتكلم لغتنا؟ الواقع إن التطبيقات دي بتظهر أسرع من قدرتنا على استيعابها ومتابعتها. الموضوع بقى ഇങ്ങനെ വളരെ പിക്ചേഴ്സൊക്കെ ആഡ് ചെയ്തിട്ട് ടെക്സ്റ്റൊക്കെ ആഡ് ചെയ്തിട്ടുള്ള നല്ലൊരു വീഡിയോ. ഈ വീഡിയോ നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതേപോലെ തന്നെ മറ്റൊരു ഫീച്ചറാണ് ക്വിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷന്. ഇപ്പോൾ ഇവിടെ ഓൾറെഡി ഇങ്ങനെ കാണാം, ക്വിസ് എന്നുള്ള ഓപ്ഷൻ കാണാം. ആ ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ട്, ഇഖ്തിബാർ ദക്കാവുലിസ്താൻ. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്വിസിൻ്റെ പ്രത്യേകത, ഇപ്പോൾ നമ്മളൊരു ക്ലാസ്സിലൊരു ക്വിസ് കാണിക്കുകയാണെങ്കിൽ കുട്ടീനോട് ക്വസ്റ്റ്യൻ വായിപ്പിക്കുക, എന്നിട്ട് ഏത് ഓപ്ഷൻസാണ് ചോദിക്കുക. അപ്പോൾ കുട്ടി പറഞ്ഞു C ആണ്. അപ്പോൾ C ശരിയാണോ ഇല്ല എന്നുള്ളത് സ്പോട്ടിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ മാർക്ക് കാണിക്കാൻ പറ്റും. ഓക്കെ, ഏതാ റൈറ്റ് ആൻസർ? A ആണ്. C എന്താണ്? നോട്ട് കറക്റ്റ്, തെറ്റാണ്. അതേപോലെ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുക. ഓക്കെ, അങ്ങനെ ഒരു ഇൻ്ററാക്റ്റീവ് ടൈപ്പിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്വസ്റ്റ്യൻസ് വെറുതെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക, അതിൻ്റെ ആൻസർ ഇന്നത് പറയുന്നതിന് പകരം ഏതാണ് എന്നുള്ളത് ഒരു ഇൻസ്റ്റൻറ്റ് ഫീഡ്ബാക്ക് നമുക്ക് എന്ത് ചെയ്യും, ഗൂഗിളിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടും. അതേപോലെ തന്നെ മറ്റൊരു ഫീച്ചറാണ് ഫ്ലാഷ് കാർഡ് പറഞ്ഞിട്ടില്ല. ഫ്ലാഷ് കാർഡ് നല്ലൊരു ഓപ്ഷനാണ്. ജസ്റ്റ് ഫ്ലാഷ് കാർഡിൻ്റെ പ്രത്യേകത, ഇപ്പം ഞാൻ ഫ്ലാഷ് കാർഡ് എടുത്തു. പണ്ടൊക്കെ ആണെങ്കിൽ B.Ed ഒക്കെ പഠിച്ച ആളുകൾക്കറിയാം, നമ്മളൊരു A4 ഷീറ്റോ അല്ലെങ്കിൽ ഒരു ചാർട്ട് കട്ട് ചെയ്ത് ചാർട്ടിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് എന്ത് ചെയ്യും, ഒരു ക്വസ്റ്റ്യൻ ആഡ് ചെയ്യും, ക്വസ്റ്റ്യൻ എഴുതും, അതിൻ്റെ ബാക്ക് സൈഡിൽ എന്ത് ചെയ്തും, അതിന് ആൻസർ ഉണ്ടാവും. അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിക്കുക ചെയ്യുക. എന്നാൽ ഈ ഒരു ഫ്ലാഷ് കാർഡിൻ്റെ പ്രത്യേകത, ക്വസ്റ്റ്യൻ കുട്ടികളോട് ചോദിക്കുക, ജസ്റ്റ് ഇവിടെ ആ ഒരു കേഴ്സർ വെച്ചിട്ട് സെൻറ്ററിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമുക്ക് അതിൻ്റെ ആൻസർ കാണാൻ പറ്റും. വിത്ത് എക്സ്പ്ലെയിൻ ദ ആൻസർ എന്ന് കൊടുത്താൽ വീണ്ടും അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ തരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എടുക്കുക, C ആൻസർ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അവിടെ ആൻസർ വരും. ഇതാണ് ഫ്ലാഷ് കാർഡ്. അതേപോലെ തന്നെ ഉള്ളൊരു ഓപ്ഷനാണ് റിപ്പോർട്ട്സ് എന്നുള്ളത്. ഇപ്പം നമ്മൾ പഠിപ്പിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളരെ സിമ്പിളായിട്ട് വളരെ ലളിതമായ രീതിയിൽ എന്ത് ചെയ്യും, ബ്രീഫായിട്ടുള്ള നോട്ട്സ് തരും. മൂജസ് ഇലാമി ഒറ്റ സോഴ്സേ കൊടുത്തിട്ടുള്ളൂ, ബേസ്ഡ് ഓൺ 1 സോഴ്സ് ആണ്. ഈ സോഴ്സ് കോപ്പി ചെയ്തിട്ട് നമുക്ക് വാട്സപ്പിലേക്കോ വേർഡിലേക്കോ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. ഓക്കെ, 3 ഓപ്ഷൻസ് ഉണ്ട് ഇതിലുള്ളത്. പിന്നെ ഉള്ളതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന കണ്ടന്റ് അതിൻ്റെ ഔട്ട്കം, ഇപ്പം ഞാനിത് അറബിക്കിലുള്ളൊരു PDF ആണ്, അതിൻ്റെ ഔട്ട്കം ഈ ഒരു ഭാഗം ചാറ്റിൻ്റെ ഭാഗത്ത് മലയാളത്തിൽ വരണമെങ്കിൽ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, സെറ്റിങ്സ് പോയിട്ട് ഔട്ട്പുട്ട് ലാംഗ്വേജ് പോയിട്ട് ചൂസ് ലാംഗ്വേജ് എന്ന് ക്ലിക്ക് ചെയ്താൽ ഏത് ലാംഗ്വേജിലേക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ സമ്മറി നോട്ട്സും കാര്യങ്ങളും അതിൻ്റെ ഓഡിയോ വീഡിയോ മൈൻഡ് മാപ്പൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും,
മാറ്റാൻ പറ്റും. അപ്പോൾ ഇതിൽ പറഞ്ഞ എല്ലാ ഫീച്ചേഴ്സും ഓഡിയോ ഓവർ മുതൽ ഡാറ്റ ടേബിൾ വരെയുള്ളത് കംപ്ലീറ്റ് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ് ആണ്. ഓക്കെ, ഇതിൽ നമുക്ക് ടീച്ചേഴ്സിന് ഇത്ര ആവശ്യമുള്ളൂ. വേറെ 2-4 ഫീച്ചേഴ്സ് ഉണ്ട്, അതിപ്പം ഇപ്പോഴത്തെ ഒരു സമയത്ത് ആവശ്യമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇനി നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഇൻഷാല്ല 9:30 ആയി. അപ്പോൾ നമ്മൾ മാഷാല്ല ഇന്ന് ഡിസ്കസ് ചെയ്തത് 2 ടൂളാണ്. ഈ 2 ടൂളും 2 ആസ്പെക്റ്റിൽ രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന് വെബ് റിസോഴ്സസ് ആണ്, രണ്ടാമത്തത് പ്യുവർലി AI ടൂൾസും ആണ്. ഓക്കെ, ഇതില് ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്യുന്ന പറഞ്ഞില്ലേ, ക്വസ്റ്റ്യൻ അത് ക്രിയേറ്റ് ചെയ്യുന്ന പറഞ്ഞോളൂ. ആ അത് പിന്നെ ഒരു ലിങ്ക് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് കിട്ടുമോ അതോ ഡൗൺലോഡ് ചെയ്ത് അങ്ങനെ വരില്ലല്ലോ? അതെങ്ങനെയാണ് ഇപ്പം ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്തത് ഒരു കുട്ടിക്ക് കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം? അത് ഈ ടൂളിൽ തന്നെ അവർ ലോഗിൻ ചെയ്യണം? ഇതിൽ ലോഗിൻ ഇത് ഷെയർ ചെയ്യാൻ കഴിയില്ല, ക്വസ്റ്റ്യൻ ഷെയർ ചെയ്യാൻ കഴിയുന്നില്ല. എന്താ ഓക്കെ പറയുക, ഈ ഓക്കെ. ഇന്ററാക്റ്റീവ് ക്വസ്റ്റ്യൻസ് കഴിയൂല. അല്ലാതെ ഡൗൺലോഡ് ചെയ്യാനും ഓപ്ഷൻ ഇല്ല? ഇവിടെ ഒരു ക്വിസിന്റെ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഉം. ഇവിടെ ഇങ്ങനെ ഈസി, മീഡിയം, ഹാർഡ് ക്വസ്റ്റ്യൻസിന്റെ ലെവൽ മാറ്റാൻ പറ്റും. ഉം. അതിന്റെ ഇപ്പോൾ ലിങ്ക് ക്വസ്റ്റ്യൻസ് കിട്ടും, ഡൗൺലോഡ് ചെയ്യാൻ പറ്റില്ല അല്ലേ? ലിങ്ക് കിട്ടും, ഇവിടെ നോട്ട്ബുക്ക് എല്ലാം ലിങ്ക് കിട്ടും. അത് ലിങ്ക് ആർക്കും കിട്ടും. ഓപ്പൺ ചെയ്യാൻ പറ്റുന്നിട്ടുള്ളൂ. ഓ, അപ്പൊ ലിങ്ക് ഞാൻ കൊടുക്കണം. ചാറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. ആ, ഇപ്പൊ ഞാൻ ഉദാഹരണത്തിന് 5ാം ക്ലാസ്സിന്റെ ചരിത്രത്തിന്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയിട്ട് ഇപ്പൊ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചാറ്റ് കൊടുക്കാതെ ബോക്സിൽ. ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റുഡിയോ എന്ന് കണ്ടല്ലോ, സ്റ്റുഡിയോ. ഉം. ഈ ഉം. ഉം. സ്റ്റുഡിയോന്റെ ഈ പാർട്ടിൽ ഇതിന്റെ ഫീച്ചേഴ്സും ഇതിന്റെ അടിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഉം. ഇവിടെ ഒരു 3 ഡോട്ട്സ് കാണാം. ഇത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇത് ഉം. ഷെയർ ചെയ്യാൻ പറ്റും. അപ്പൊ അതാ ലിങ്ക് ആയിട്ട് പോകും. ലിങ്ക് ആയിട്ട് ഷെയർ ചെയ്യാൻ പറ്റും. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റൂല, അത് ഡൗൺലോഡ് ചെയ്യുന്ന കാണുന്നില്ല. ഉം. ഉം. ബട്ട് നിങ്ങൾക്ക് വേറെ ഓപ്ഷൻ ഉണ്ട്. ഈ ക്വിസിന്റെ തൊട്ടടുത്ത് എല്ലാത്തിന്റെ തൊട്ടടുത്ത് ഒരു സാധനം കാണാം, ഒരു എഡിറ്റ് ബട്ടൺ ഉം. കാണാം. ഉം. ഇതിന്റെ പ്രത്യേകത വെച്ചാൽ അവിടെ എഴുതിയിട്ടുണ്ട് ജനറേറ്റ് ആൻഡ് AI ഇന്ററാക്റ്റീവ് ക്വിസ് ബേസ്ഡ് ഓൺ യുവർ സോഴ്സ്. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉം. നിങ്ങൾക്ക് ഇതിന്റെ ക്വസ്റ്റ്യൻസിൽ ഉണ്ടോ വാട്ട് ഷുഡ് ദ ടോപ്പിക് ബി, എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ ടൈപ്പ് ചെയ്താൽ മതി. ഉണ്ടല്ലേ, ഉം. തിങ്സ് ഉം. ട്രൈ ദ ക്യൂസ് മസ്റ്റ് ബി റെസ്ട്രിക്റ്റഡ് സ്പെസിഫിക് എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഇങ്ങനെ ഡീറ്റെയിൽ ഉം. ആയിട്ട് കൊടുത്താൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും ക്വസ്റ്റ്യൻസിനെ. ഓക്കെ ഓക്കെ. അതിന്റെ കൂടെ തന്നെ നമ്മുടെ ക്ലാസ് അനുസരിച്ചിട്ട് ഇപ്പം വലിയ ഹയർ ക്ലാസ്സിലാണെങ്കിൽ നമുക്ക് വേണം മീഡിയം മതി, വളരെ ലോ ഉം. ക്ലാസ്സിലാണെങ്കിൽ ഈസി എന്ന് ക്ലിക്ക് ചെയ്തിട്ട് കൊടുക്കാവും, നന്നാവുക. അതേപോലെ അതിപ്പോ തന്നെ ആ കൊടുത്ത സോഴ്സിനെ ആസ്പദമാക്കിയിട്ട് തന്നെയല്ലേ ചോദിക്കുള്ളൂ? ഓക്കെ, തന്നത് നമ്മൾ അപ്ലോഡ് ചെയ്ത സോഴ്സ് എന്താണോ അത് ബേസ് ചെയ്തിട്ടാണ് തരിക. പിന്നെ ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം, അവിടെ ഒരു കാര്യം നമ്മൾ എപ്പോഴും നോട്ട് ചെയ്യണം. AI ടൂൾസ് ഉപയോഗിക്കുമ്പോൾ ഈ AI ടൂൾസിന്റെ അടിഭാഗത്ത് ഒരു സാധനം എഴുതിയാണ്, നിങ്ങൾ സാർ കണ്ടോ, നോട്ട്ബുക്ക് എല്ലാം ക്യാൻ ബി ഇൻഅക്യുറേറ്റ്, പ്ലീസ് ഡബിൾ ചെക്ക് ഇറ്റ്സ് റെസ്പോൺസ് എന്നാണ്. ഇപ്പൊ നമ്മൾ എന്ത് കോണ്ടന്റ് കിട്ടിയാലും ഇപ്പൊ നമുക്ക് ചിലപ്പോൾ വീഡിയോ അവർ ക്രിയേറ്റ് ചെയ്ത് തരും, ചിലപ്പം PPT പ്രസന്റേഷൻ അവർ ക്രിയേറ്റ് ചെയ്ത് തരും. നമ്മൾ കണ്ണും വിശ്വസിച്ചിട്ട് എന്ത് ചെയ്താൽ ഒരിക്കലും അത് ഡൗൺലോഡ് ചെയ്തിട്ട് ഷെയർ ചെയ്യാൻ പാടില്ല. വൺസ് നമ്മൾ എന്ത് ചെയ്യണം, അത് കംപ്ലീറ്റ് വായിക്കണം. ഓക്കെ ഓക്കെ. ഓക്കെ സാർ. ഓക്കെ, അപ്പൊ ഇവിടെ എല്ലാത്തിനും ശ്രദ്ധിക്കേണ്ട കാര്യം കസ്റ്റമൈസ് ചെയ്യുക. കസ്റ്റമൈസ് ചെയ്യുന്ന ഈ പാർട്ടാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഈ പാർട്ട് ഞാൻ അതാ പിന്നെ പറയാന്ന് പറഞ്ഞത്. ഈ പാർട്ട് നമ്മൾ അത്യാവശ്യം ടൈപ്പ് ചെയ്തിട്ട് നമുക്ക് വേണ്ട രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അതിനാണ് ശരിക്ക് നമ്മുടെ AIന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്ന് പറയാം. അപ്പോൾ കുറച്ച് സമയം എടുക്കും. ഈ ഒരു പാർട്ട് കൂടി ചെയ്യുമ്പോൾ കുറച്ച് സമയം എടുക്കും. മറ്റേത് ജസ്റ്റ് വന്നിട്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. സാർ എന്താ അപ്ലോഡ് ചെയ്ത് അത് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാക്കി തരും. പിന്നെ നല്ലത് PDF പരമാവധി അതിന്റെ എണ്ണം കുറക്കാണ് നല്ലത്. ഇപ്പൊ ഒന്നാമത്തെ യൂണിറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള മൊത്തം ടെക്സ്റ്റ് ബുക്ക് കൊടുക്കാതെ ഒന്നാമത്തെ യൂണിറ്റ് മാത്രം സ്പ്ലിറ്റ് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, അപ്ലോഡ് ചെയ്യുക. എന്നാൽ കുറച്ചുകൂടി എഫക്റ്റീവ് ആയിട്ട് കിട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഏതായാലും നല്ല ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ ഓക്കെ ഗോട്ട്. വേറെ എന്തെങ്കിലും ഉണ്ടോ നിങ്ങൾക്ക്? ടൈം 9:37 ആയി. എങ്ങനെയാണ് ടൈം വൈൻഡപ്പ് കുഴപ്പമില്ല, ചെയ്യാൻ? കുറച്ച് നീണ്ടു പോയാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ നിങ്ങൾ പറഞ്ഞോളൂ. ഞാനൊരു ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാവുന്നതാണ്. ക്വസ്റ്റ്യൻസ് ചോദിച്ചോളി. ഞാൻ ഏതായാലും എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ ടൂള് മതി. ഞാനിപ്പോ ഒരു യാത്രയിലുള്ള, അപ്പൊ ബൈക്കിൽ വണ്ടി നിർത്തിയിട്ട് സംസാരിക്കുകയാണ്. അപ്പൊ ഓക്കെ, കുഴപ്പമില്ല. ഇൻഷാല്ല ഏതായാലും നിങ്ങൾ ഈ 2 വെബ്സൈറ്റുമായി ബന്ധപ്പെട്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളി. അത് ക്ലിയർ ചെയ്തിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം ഇൻഷാല്ല. എനി ഡൗട്ട്? പിന്നെ അമാൻ സാറിന്റെ ആ ഒരു നോട്ട്ബുക്ക് എലമെന്റിനെ പറ്റിയുള്ള ഒരു യൂട്യൂബ് ഞാനിപ്പോ ഓക്കെ സാർ, ഞാനിപ്പോ എടുത്ത 2 ടൂളിന്റെ ഞാൻ എന്താ വെച്ചാല്
കുറേ ടൂളാകുമ്പോൾ എന്താ വെച്ചാൽ നമ്മളത് വളരെ മൈൻഡ് ചെയ്യൂല. അപ്പം അതുകൊണ്ട് ഏറ്റവും നല്ലത് എന്താ വെച്ചാൽ ഈ ഇപ്പം ഞാനിപ്പോൾ എടുത്ത 2 ക്ലാസ്സിൻ്റെ ലിങ്ക് അയച്ചുതരാം. എന്നിട്ട് ആ ക്ലാസ് നിങ്ങൾ എന്ത് ചെയ്യാം, നെക്സ്റ്റ് ഒരു 10 ഡേയ്സിൻ്റെ ഉള്ളിൽ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കി, ക്ലാസ് റൂമിലൊക്കെ ഒന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് എന്താ അതിൻ്റെ ഫീഡ്ബാക്ക് എന്നൊക്കെ നോക്കി. അങ്ങനെ ആകുമ്പോൾ എന്ന് വെച്ചാൽ ഗ്രാജ്വലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ലൊരു മാറ്റം ടീച്ചിങ്ങിലും മെത്തേഡ്സ് ഒക്കെ ഒന്ന് മാറ്റി കൊണ്ടുവരാൻ പറ്റും. അത് വിചാരിച്ച് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ഒഴിവാക്കണം എന്നല്ല, ഒരു ഹൈബ്രിഡ് ടൈപ്പ് അല്ലെങ്കിൽ ഒരു 2 കൂടി മിക്സ് ചെയ്യുന്ന ടൈപ്പിൽ ചെയ്യാണ് എപ്പോഴും നല്ലത് ക്ലാസ് റൂം. അപ്പോൾ കുട്ടികളും ഭയങ്കര എൻഗേജ്ഡ് ആവും. ഈ മൈൻഡ് മാപ്പിങ്ങിലും പ്രോംപ്റ്റിംഗ് ഉണ്ടല്ലോ അല്ലേ? മൈൻഡ് മാപ്പിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, മൈൻഡ് മാപ്പിൻ്റെ ഒരു ഗുണം എന്താ വെച്ചാൽ, മൈൻഡ് മാപ്പിൽ നമുക്ക് ഒന്നും കസ്റ്റമൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾക്കിത് ഓക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം, പക്ഷെ ഇതിൻ്റെ ഒരു ഗുണം എന്താ വെച്ചാൽ, ഞാൻ മനസ്സിലാക്കിയ ഒരു പോസിറ്റീവ് ഞാൻ പറഞ്ഞത്. അപ്പോൾ സാർ ഇപ്പോൾ ഇതൊരു ക്ലാസ്സിൽ ഒരു പ്രൊജക്ടറിൽ ഇത് കാണിക്കുകയാണ്, നെറ്റൊക്കെ കണക്ട് ചെയ്ത് കാണിക്കുമ്പോൾ ഇങ്ങനെ കാണിക്കുക, ഫസ്റ്റ് കാണിക്കുക. അപ്പോൾ ഈ ഒരു പാർട്ട് ദീവാനു സക്കാവുൽ ഇസ്തിനാഹിയാണ് നമ്മൾ ടെക്സ്റ്റ് വഹദത്തുൽ ഊല. ആ വഹദത്തുൽ ഊലയിലെ മേജർ ആയിട്ടുള്ള 5 നിഖാത്ത് റഈസി എന്ന് പറഞ്ഞിട്ട് ഈ ഒരു 5-6 പോയിന്റ്സ് പറഞ്ഞു. അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്യുക, അടുത്ത പോയിന്റ് പറയാം. അപ്പോൾ ഒരു കുട്ടി ചോദിക്കാണ് എന്താ ഇതിൽ ചാറ്റ് GPT എന്ന് പറഞ്ഞാൽ, അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ലൈവായിട്ട് അവിടെ നിന്ന് എന്ത് ചെയ്യുക, ഇതിന്റെ ചാറ്റിൽ കാണിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്താലുള്ള പ്രശ്നം എന്താ വെച്ചാൽ, ഡൗൺലോഡ് ചെയ്താൽ ഇങ്ങനെ ഉണ്ടാവും. ഇപ്പോൾ സാർക്ക് ഇത് ഡൗൺലോഡ് ചെയ്താൽ ഇങ്ങനെയാണ് കിട്ടുക, ഈ ഒരു മാപ്പ് കിട്ടും. ബട്ട് ക്ലാസ് എടുത്ത് കഴിഞ്ഞിട്ടാണ് ഇത് കൊടുക്കണമെങ്കിൽ കുട്ടിക്ക് ഇത് മനസ്സിലാവും. ബട്ട് ക്ലാസ്സിന്റെ മുമ്പ് കഴിഞ്ഞാൽ കുട്ടിക്ക് മനസ്സിലാവില്ല. അങ്ങനെ പ്രശ്നമാണ്. അപ്പം വേണമെങ്കിൽ എന്ത് ചെയ്യാം, ചില ക്ലാസ്സുകൾ ചില ദിവസങ്ങളിൽ എന്ത് ചെയ്യാം, ഒരു കംപ്ലീറ്റ്ലി ടെക്നോളജി ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ് ആണെങ്കിൽ ആക്കാം. ഓൾറെഡി കുട്ടികൾക്ക് കുറച്ചുകൂടി ഒരു ഇൻട്രസ്റ്റ് വരാൻ ചാൻസസ് ഉണ്ട്. അതെങ്ങനെ അവിടുത്തെ എൻവിയോൺമെന്റ് ഒക്കെ നോക്കിയിട്ട് സെർച്ച് ചെയ്താൽ മതി, അവിടുത്തെ സാഹചര്യം എങ്ങനെ നോക്കിയിട്ട്. ഇത് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റില്ല, ബട്ട് നല്ലൊരു സാധനമാണ് മൈൻഡ് മാപ്പ് എന്ന് പറഞ്ഞാൽ. വേറെയും കുറേ ടൂൾ ഉണ്ട് മൈൻഡ് മാപ്പിൽ. കാരണം നമ്മൾ ഓരോ ഇപ്പോൾ ഹിസ്റ്ററി പഠിപ്പിക്കുമ്പോഴും പല സബ്ജക്റ്റിനും നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാറുണ്ട് ഇത്. ഹിസ്റ്ററി ആകുമ്പോൾ ക്രോണോളജിക്കലി ഓർഡർ ചെയ്യാൻ പറ്റുന്നുണ്ടാവും. അതെ, അതിന് എനിക്ക് തോന്നുന്നത് റിപ്പോർട്ട്സ് എന്നുള്ള ഇത് കയറി കഴിഞ്ഞാൽ കുറച്ചുകൂടി സാധനം കിട്ടും. കാരണം റിപ്പോർട്ട്സ് ഞാൻ ക്ലിക്ക് ചെയ്ത സമയത്ത് കൊണ്ടുപോകല്ലേ, റിപ്പോർട്ട്സ് എന്നുള്ള സാധനത്തിൽ നിങ്ങൾക്ക് ബ്രീഫിംഗ് ഡോക്സ്, സ്റ്റഡി ഗൈഡ്, ബ്ലോഗ് പോസ്റ്റ്, കോൺസെപ്റ്റ്, അതാ ഞാൻ പറഞ്ഞത്. കുറച്ച് ഭാഗമേ പറഞ്ഞിട്ടുള്ളൂ, ബാക്കി കുറേ സാധനം ഇതിലുണ്ട്. ഈ ഒരു ക്രിയേറ്റ് റിപ്പോർട്ട് എടുത്താൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സാധനങ്ങൾ ഇപ്പൊ സാറ് പറഞ്ഞ പോലെ ഓർഡറിലൊക്കെ സംഭവം കിട്ടും. പിന്നെ ഇതിൽ വേറൊരു പോയിന്റ് ഞാൻ പറഞ്ഞുതരാം. ഈ നോട്ട്ബുക്ക് LM മാഷാഅല്ലാ, ഞാനിപ്പോ ഒരു ലാസ്റ്റ് വീക്ക് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് അല്ല, ഒരു 3-4 ദിവസം മുമ്പ് ഒരു ക്ലാസ് എടുത്തിരുന്നു നോട്ട്ബുക്ക് LMമായി ബന്ധപ്പെട്ട്. അന്ന് ഈ സ്ലൈഡ് ഡെക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഒരു ഫീച്ചർ ഉണ്ടല്ലോ സാറേ, സ്ലൈഡ് ഡെക്ക് മാത്രമേ വന്നിട്ടുള്ളൂ. ഇന്നലെ മിനിയാന്നിട്ട് വന്ന ഫീച്ചറാണ് ഡാറ്റ ടേബിൾ. അപ്പൊ അതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാല്, ഈ ഒരു നോട്ട്ബുക്ക് LM പോലെയുള്ള AI ടൂള് എന്നും അപ്ഡേറ്റഡ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷൻ ഫീൽഡിൽ എന്തൊക്കെയാണോ പുതുതായി കൊണ്ടുവരാൻ പറ്റുന്നത് അതൊക്കെ ഇതിൽ അവർ ഫീച്ചേഴ്സ് ആഡ് ചെയ്യും. അപ്പോൾ ഈ ഒരു ടൂൾ നിങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും കുറേ, ഇപ്പോൾ ഇൻഫോഗ്രാഫിക്സ് വന്നിട്ട് എനിക്ക് തോന്നുന്നത് 1 മന്ത് ആയിട്ടുള്ളൂ, സ്ലൈഡ് ഡെക്ക് വന്നിട്ട് 1 മന്ത് ആയിട്ടുള്ളൂ, ഡാറ്റ ടേബിൾ വന്നിട്ട് 4 ദിവസമായിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ അപ്ഡേഷൻ വന്നുകൊണ്ടിരിക്കുന്നതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇത് ഇപ്പം നമ്മളെ ടീച്ചേഴ്സ് ഇപ്പൊ ഇതില് ഡൗട്ട് വെക്കണമെന്ന് കാണുന്നില്ല. പിന്നെ അത് മനസ്സിലാവാഞ്ഞിട്ടാണ്. ഇത് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു എളുപ്പമാർഗം അല്ലെ? ഇപ്പം ടീച്ചേഴ്സിന് ഇത് എങ്ങനെ ഉപയോഗിച്ച് തുടങ്ങാം എന്നുള്ളതിന്റെ ഒരു എക്സാമ്പിൾ കൊടുത്താൽ വേണമെങ്കിൽ എന്ത് ചെയ്യാ, ഇന്നെടുത്ത learning.aljazeera മലയാളത്തിലുള്ള വളരെ ബേസിക് മലയാളത്തിലുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇട്ടുള്ള ഇതിന്റെ ഒരു ക്ലാസ് ഉണ്ട്, അത് ഞാൻ അയച്ചുതരാം. യൂട്യൂബ് ക്ലാസ് ആണ്. രണ്ടാമത്തെ നോട്ട്ബുക്ക് LMമായി ബന്ധപ്പെട്ട ഒരു ക്ലാസ് അയച്ചുതരാം. വളരെ സിമ്പിൾ ആയിട്ട് ബേസ് മുതൽ പഠിപ്പിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു PDF അപ്ലോഡ് ചെയ്യുന്നത് മുതൽ ഇതുവരെ ഔട്ട്കം കിട്ടുന്ന വരെ. പക്ഷെ ആ വീഡിയോയിൽ എന്ത് ഫീച്ചേഴ്സ് ഉണ്ടാവില്ല, ഇൻഫോഗ്രാഫിക്സും സ്ലൈഡ് ഡെക്കും വന്നിട്ടില്ല. എന്ന് പറഞ്ഞാൽ 2 മാസം മുമ്പ് ചെയ്താണ്. ഓക്കെ, സിമ്പിളാണ്. നമ്മളെന്താ വെച്ചാൽ AI ഒരിക്കലും എന്ത് ചെയ്യണ്ട, നമുക്ക് നമ്മുടെ വർക്ക് കുറച്ചുകൂടി ഈസി ആക്കും. ബട്ട് നമ്മൾ സ്റ്റുഡൻസിനോട് എപ്പോഴും പറയേണ്ടത് AI പ്ലസ് ബേസിക് സ്കിൽസ്. നമ്മുടെ ഖുറാനും തഫ്സീറും നെഹവും കറക്റ്റ് പഠിക്കുന്ന ആളുകൾക്ക് ഇതൊക്കെ കറക്റ്റ് പ്രോംപ്റ്റ് ചെയ്യാനും കറക്റ്റ് ഇത് യൂസ് ചെയ്യാനും പറ്റുള്ളൂ. പ്രോംപ്റ്റ് ഉപയോഗിക്കണമെങ്കിൽ ബേസിക് സ്കില്ല് വേണം.
അപ്പം ഇതിന്റെ രണ്ടിന്റെയും ലിങ്ക് ഞാൻ അയച്ചുതരാം ഇൻഷാ അള്ളാ. ഒന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ ചോദിച്ചാൽ മതി. ഓക്കെ, വേറെ ഒന്നുമില്ലെങ്കിൽ എന്നാ വൈൻഡപ്പ് ചെയ്യും മനസ്സിലായി, ഇല്ലെങ്കിൽ ഒന്ന് വൈൻഡപ്പ് ചെയ്യുന്ന എന്നാ പിന്നെ വൈൻഡപ്പ് ചെയ്യാം സതെ, ബിക്കോസ് ഓ നമ്മൾ ഓൾറെഡി 9:45. അതെ അതെ അങ്ങനെയാണെങ്കിൽ വൈൻഡപ്പ് ചെയ്തേക്കാം. ഇൻഷാ ഒരു സംശയം ചോദിക്കട്ടെ? ആ ചോദിച്ചോളൂ. PDF പകരേ ആ നമ്മളിപ്പോ ചരിത്രം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു വിഷയം എടുക്കുകയാണ്, അപ്പൊ എങ്ങനെ നമുക്ക് സാറേ? അതിൽ ഒരു വിഷയം എടുക്കുന്നുണ്ട് നമ്മള്, അതിന്റെ ഓക്കെ. ആ PDF ഇല്ല. അപ്പൊ സ്പോട്ട് ടൈമിൽ നമുക്ക് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യുമ്പോഴേ ഫോട്ടോ എടുത്തുകൊണ്ട് നേരിട്ട് തന്നെ ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റും. അതിലിപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഒരു മിനിറ്റ്, ജസ്റ്റ് അപ്ലോഡ് ചെയ്യുന്ന സ്ക്രീൻ കാണുന്നുണ്ടോ? ആ ഉണ്ട് ഉണ്ട്. കാണുന്നുണ്ട്. അതിൽ ആഡ് സോഴ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ സാർക്ക് ഇത്രയും ഫയൽസ് അപ്ലോഡ് ചെയ്യാം. ആഡ് സോഴ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ സാധനങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാം. സപ്പോർട്ടഡ് ഫയൽ ടൈപ്സ് എന്ന് പറഞ്ഞിട്ട് സാർക്ക് പറഞ്ഞപ്പം ഇതവിടെ ലാസ്റ്റ് ഉണ്ടല്ലേ JPEG, JPG, JPE ഒക്കെ ഇമേജ് ഫയലാണ്, ഒക്കെ ചെയ്യാം. ഓക്കെ. ഇതില് ക്യാമറ ആസ് എ സോഴ്സ് ഇല്ല അല്ലെ, ഫയൽ അപ്ലോഡേ ഉള്ളൂ. ഫയൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പിക്ചേഴ്സ് എടുത്തിട്ട് നമ്മൾ ഒന്നെങ്കിൽ സ്ക്രീൻഷോട്ട് ആക്കിയിട്ട് നേരെ അപ്ലോഡ് ചെയ്താൽ മതി. ഡയറക്റ്റ് ക്യാമറയിൽ നിന്ന് എടുത്തിട്ട് ചെയ്യാൻ കഴിയണ്ട. ഇപ്പൊ മൊബൈലിൽ പറ്റുമോ നിങ്ങൾക്ക് അറിയില്ല കേട്ടോ. ഞാൻ മൊബൈൽ ഇല്ല സിസ്റ്റത്തിൽ. മൊബൈൽ പറയുമ്പോൾ ഫീച്ചേഴ്സ് എപ്പോഴും കുറവായിരിക്കും. ഓക്കെ. മൊബൈലിൽ ചെയ്യാൻ പറ്റും. മൊബൈലിൽ നമുക്ക് ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്തിട്ട് ചോദ്യങ്ങൾ ചോദിക്കാം. ഇപ്പൊ നമുക്ക് അറിയാലോ അതിന്റെ ചോദ്യം. അത് മൊബൈലിലാകുമ്പോൾ ഒന്നും കൂടി സൗകര്യമാണ്. നമുക്ക് മലയാളത്തിലൊക്കെ ടൈപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ അങ്ങനെയാണ് അപ്പൊ അത് അത് ചെയ്യാം. കറക്റ്റ് ആയിട്ട് മൊബൈൽ കിട്ടും. എനിക്ക് തോന്നുന്നത് ഇൻഫോഗ്രാഫിക്സ്, സ്ലൈഡ് ഡെക്ക്, ഡാറ്റ ടേബിൾ ഒന്നും ഇല്ല തോന്നുന്നുണ്ട്. ഫീച്ചേഴ്സ് എല്ലാം ഉണ്ടോ? നോക്കണം ഒന്നും കൂടെ. ഞാൻ സിസ്റ്റത്തിലാണ് ചെയ്യാറ്. അല്ല മൊബൈലിലും സാർ നോക്കിയോ? മൊബൈൽ ആപ്പിൽ നോക്കണം. മൊബൈൽ ആപ്പിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ മനസ്സിലാക്കുന്നത്, മൊബൈൽ ആപ്പ് ഞാൻ ഉപയോഗിച്ചിരുന്നു, പക്ഷെ മൊബൈൽ ആപ്പിൽ എനിക്ക് അത്ര ഒരു ഇത് കിട്ടിയിട്ടില്ല. നമുക്ക് മലയാളത്തിൽ ഇപ്പോ ചരിത്രമൊക്കെ നോട്ടുണ്ടാക്കുമ്പോൾ മലയാളത്തിൽ ടൈപ്പ് ചെയ്യാൻ സൗകര്യം ഞാൻ ഇപ്പൊ ജസ്റ്റ് മൊബൈൽ എടുത്തു. മൊബൈൽ സാർ പറഞ്ഞ പോലെ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ക്യാമറ എടുക്കാൻ പറ്റുന്നുണ്ട്. ക്രിയേറ്റ് ന്യൂ എന്ന് അടിച്ചു കഴിഞ്ഞാൽ PDF ഓക്കെയാണ്, ഓഡിയോ ഓക്കെയാണ്, ഇമേജ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാൻ കഴിയുന്നുണ്ട്. പക്ഷെ ഫീച്ചേഴ്സ് കുറവാണ് തോന്നുന്നുണ്ട്. നിങ്ങൾ ഉപയോഗിച്ച് നോക്കിയിട്ട് എനിക്കറിയില്ല എങ്ങനെയാണ് നോക്കിയിട്ട്. പാഡ് സോയ്സ് എന്നുള്ളത് അല്ല സോറി, സ്റ്റുഡിയോ എടുത്തു കഴിഞ്ഞാൽ സ്റ്റുഡിയോയിൽ ഇപ്പം അവർ കൊടുക്കുന്നത് ഒന്ന് ഓഡിയോ ഓവർവ്യൂ തരും, ഫ്ലാഷ് കാർഡ് തരുന്നുണ്ട്, ക്വിസ് തരുന്നുണ്ട്, ഇൻഫോഗ്രാഫിക്സ് ഉണ്ട്, സ്ലൈഡ് ഡെക്ക് ഉണ്ട്. ബാക്കി ഫീച്ചേഴ്സ് ഉണ്ടാവില്ല. എന്ന് പറഞ്ഞാൽ വീഡിയോ ഒന്നും കിട്ടൂല. കുഴപ്പമില്ല, രണ്ടും മാറി മാറി ഉപയോഗിച്ചാൽ മതി, ആവശ്യത്തിനനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. ഇതിലിപ്പോ അധികം ആളുകളും നമ്മളത് ടീച്ചേഴ്സ് മൊബൈലുള്ള ഉപയോഗിക്കുന്നത്, ലാപ്ടോപ്പ് ഉപയോഗിക്കുന്നില്ല. മൊബൈലാണെങ്കിൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഇത് കിട്ടും. പക്ഷെ അതൊരു വീഡിയോന്റെ വിഷയമുണ്ട്, ബാക്കിയൊക്കെ കിട്ടും. പിന്നെ മെയിൻലി നമ്മളിപ്പോ ഇത് ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് വെച്ചാല് ബാംഗ്ലൂർ കുട്ടികൾക്ക് മലയാളം അറിയാത്തത് കൊണ്ടേ കാര്യമായിട്ട് നമ്മൾ AI ഉപയോഗിക്കുന്നത് നോട്ട്സ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അത് ഇംഗ്ലീഷ് മലയാളത്തിൽ എഴുതിയാൽ ഇംഗ്ലീഷിലേക്ക് കൺവേർട്ട് ആയി കിട്ടും. അപ്പൊ ഔട്ട്പുട്ട് ലാംഗ്വേജ് ഇംഗ്ലീഷ് കൊടുത്താൽ മതി, ഇംഗ്ലീഷ് കൊടുക്കും. പിന്നെ മംഗ്ലീഷിൽ നമ്മൾ ചോദിച്ചാൽ എന്തായിരുന്നു, ഇപ്പൊ നമ്മുടെ ടീച്ചേഴ്സൊക്കെ അങ്ങനെ നോട്ടുകളൊക്കെ വൃത്തിയായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ അധികം ആളുകളും ChatGPT ആണ് ഉപയോഗിക്കുന്നത്. ഇത് നല്ലൊരു ഗുണം എന്താന്ന് വെച്ചാൽ ഇതിന്റെ ഒരു വേറെ പ്രത്യേകത, ഇതിൽ ഇംഗ്ലീഷിലാണ് ഓഡിയോ കിട്ടുന്നെങ്കിൽ ആ ഓഡിയോ ഇംഗ്ലീഷ് പോഡ്കാസ്റ്റ് ആണ്. എന്ന് പറയാൻ രണ്ടാൾ സംസാരിക്കുന്ന പോലെയാണ് ഓഡിയോ കിട്ടുക. അപ്പൊ അതിന്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ നമുക്ക് ആ ഇംഗ്ലീഷിലുള്ള ഓഡിയോനോട് നമുക്ക് വീണ്ടും ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റും. അത് ഇതിൽ കാണിക്കാൻ ഇതിന്റെ നെറ്റിന്റെ പ്രശ്നം കൊണ്ടാണ്. ഇംഗ്ലീഷ് ഓഡിയോ ആണെങ്കിൽ കിട്ടും, അറബിക്കും മലയാളം കിട്ടൂല. ലൈവായിട്ട് കാണിക്കണമെങ്കിൽ കേട്ടോ, അല്ലാതെ ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മൾ ഷെയർ ചെയ്യുകയാണെങ്കിൽ പറ്റൂല. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഓഡിയോന്റെ ഉള്ളിനോട് വീണ്ടും ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റും. ഏതായാലും ഇൻഷാല്ലാ ഒന്ന് മൊബൈലിലും സിസ്റ്റത്തിലും ഏതാണോ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ആണെങ്കിലും ഒന്ന് ഉപയോഗിച്ച് നോക്കുക, എന്നിട്ട് ഒന്ന് ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കി. ഓക്കെ, എന്നാല് വേറെ ഒന്നും ഇതുണ്ടോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇത് നമുക്ക് ഞങ്ങൾ വൈൻഡപ്പ് ചെയ്തത്. ഇത് ആളുകൾക്ക് ചോദിക്കാനില്ലായിട്ട് ആവൂല, ചിലപ്പോ എങ്ങനെയാ ചോദിക്കാന്നുള്ളതൊക്കെ ഉള്ള ഒരു അവ്യക്തത കൊണ്ടും. അല്ല ഒന്ന് ഉസ്താദ് എല്ലാവരും അടുത്തൊരു 10 ദിവസം ഇതൊന്ന് പ്രാക്ടിക്കൽ ആയിട്ടൊന്ന് ചെയ്ത് നോക്കുമ്പോഴേ
അപ്പോഴേ ഒരു ഐഡിയ വരുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് questions മനസ്സിൽ വരുള്ളൂ. ഓക്കെ ചിലപ്പോ സാർ. ഒന്നുകൂടെ ഒന്ന് അമൻ സാറിനെ നമ്മൾ ഒന്നുകൂടെ ഒന്ന് ഇൻവൈറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ ഓക്കെ സാർ, ഞാനൊരു കാര്യം ചെയ്യാം. ഞാൻ ഈ ക്ലാസ് കഴിഞ്ഞിട്ട് സാർ എനിക്ക് ജസ്റ്റ് ഒരു മെസ്സേജ് അയക്കുകയാണെങ്കിൽ ഞാൻ 3 ലിങ്ക് അയച്ചത്, ആയിക്കോട്ടെ, ഞാനത് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. എന്നിട്ട് അതൊന്ന് അവർ കണ്ടിട്ട് അവർക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതിന് ഉണ്ടാവില്ല. കാരണം പരമാവധി ഞാൻ വളരെ സ്ലോയിലാണ് സംസാരിച്ചത് അതില്, അതേപോലെ മലയാളത്തിലുമാണ്. ഇൻഷാ അല്ലാ. ഓക്കെ പിന്നെ ഒറ്റ കാര്യം ആഡ് ചെയ്യാനുള്ളൂ. AI ടൂൾസ് ഉപയോഗിക്കുമ്പോൾ എപ്പോഴും വേണ്ട ഒരു സാധനം അല്ല പറഞ്ഞ സാധനമാണ് ക്ഷമ. നല്ലോണം വേണം. ക്ഷമ നല്ലോണം ഉണ്ടെങ്കിൽ നല്ല ഔട്ട്കംസും കിട്ടും നമുക്ക് ഇൻഷാ അല്ലാ. ബാറക്കല്ലാഹു ഫീക്കും. നമുക്ക് ഒന്ന് അവസാനിപ്പിക്കും. ആയിക്കോട്ടെ. അപ്പോ ഈ വളരെ ഷോർട്ട് നോട്ടീസിൽ നമുക്ക് വേണ്ടി ഇവിടെ ക്ലാസ് എടുത്ത നമ്മുടെ ഡോക്ടർ അമാൻ സാറിന് ആദ്യമായി നന്ദി പറയുന്നു. അതോടൊപ്പം ഇതൊരു സീരീസ് ആണ് അത്തർഗീബ് എന്ന് പറയുന്നത്. ഇതിപ്പോ മൂന്നാമത്തെ അത്തർഗീബ് 3.0 ഉള്ളത്. അപ്പോൾ ഇഫ് ഇൻ കേസ് ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇതിന്റെ ഈ ക്ലാസിന്റെ ലിങ്കും ഈ ക്ലാസിന്റെ ഡീറ്റെയിൽസും നിങ്ങളുടെ കൊലീഗ്സിനും ഫ്രണ്ട്സിനും ഒക്കെ നിങ്ങൾ ഷെയർ ചെയ്യുക, സോ ദാറ്റ് ഇറ്റ് ക്യാൻ ബി യൂസ്ഫുൾ ടു മൾട്ടിപ്പിൾ പീപ്പിൾ. കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. വന്ന ഓരോരുത്തർക്കും ബാംഗ്ലൂർ ഇസ്ലാഹി സെന്ററിന്റെ പേരിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഈ ക്ലാസ് ഞാൻ ഒഫീഷ്യലായിട്ട് വൈൻഡപ്പ് ചെയ്യുന്നു. സുബ്ഹാനല്ലാഹി ബിഹംദി സുബ്ഹാനക്കല്ലാഹു ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജസാക്കുമുല്ലാഹ് ഖൈർ. എന്നാ ശരി കേട്ടോ. അസ്സലാമു അലൈക്കും. ശരി സർ.